അവിടെയാണ് അച്ഛന് മക്കളോടുള്ള സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടാവുക. ഇത് ഇന്ന് വളർന്നു വരുന്ന കുട്ടികളുള്ള ഒരു അപേക്ഷ. ഞാൻ ഒരിക്കലും ഒരു നാടകക്കാരനാണെന്ന് ആരോടും പറയില്ല. എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ തന്നെ ഞാൻ ബിസിനസ് ആണെന്നേ പറയുള്ളൂ. കാരണം ഞാൻ സമൂഹത്തിനോട് ഞാൻ കലാകാരനെന്ന് പറയാതെ സമൂഹം എന്നെ ചൂണ്ടിക്കെട്ടുന്ന കലാകാരനെന്ന് പറയണ്ടേ. ഈ നിറഞ്ഞ സദസ്സിൽ ഞാനിരുന്ന് സിനിമ കാണുന്ന സമയത്ത് ഒരു സിനിമയെങ്കിലും ഇതുപോലെ ഒന്ന് ആവുകയാണെങ്കിൽ ഇതുപോലെ ഒരു വേദിയിൽ വന്ന് നിൽക്കാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഒരു നാടകക്കാരനല്ലേ ഞാൻ, ചിന്തിക്കാൻ പറ്റില്ലല്ലോ എനിക്ക്. ടോക്ക് ഫ്രെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രശസ്ത നാടക സിനിമാ നടനും അഭിനയ പരിശീലകനുമാണ് ഇദ്ദേഹം. 1001 നാടകങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ ഒരു സിനിമ ഉണ്ട്, ഫെമിനിച്ചി ഫാത്തിമ. അതിലെ മെയിൻ ക്യാരക്ടർ ഉസ്താദ് അഷ്റഫ് എന്ന ക്യാരക്ടർ ജീവിച്ച് അഭിനയിച്ച ആളും കൂടിയാണ്. സ്വാഗതം ചെയ്യാം ശ്രീ കുമാർ സുനിലിനെ MC ഡിജിറ്റലിൻ്റെ ടോക്ക് ഫ്രെയിമിലേക്ക്. നമസ്കാരം. എന്തൊക്കെയുണ്ട് പുതിയ പുതിയ വിശേഷങ്ങൾ? ഇപ്പം മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഹാപ്പിയിലാണ് ഇരിക്കുന്നത് ഈ ഫെമിനിച്ചിയുടെ സന്തോഷ വാർത്തകളിൽ നിന്ന്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് സിനിമകൾ അഭിനയിക്കുന്നതിലല്ല, അഭിനയിച്ച സിനിമ എല്ലാവരിലും എത്തപ്പെടുമ്പോഴും നമ്മളെ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോഴും ഒരുപാട് യൂട്യൂബിൽ നോക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ആളുകൾ അതിൻ്റെ റിവ്യൂസ് ഇടുമ്പോഴും നമ്മളെക്കുറിച്ച് പറയുമ്പോഴും അത് മൊത്തത്തിൽ അതിലുള്ള ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരുപോലെയുള്ളൊരു അപ്രിസിയേഷൻ കിട്ടുന്നതുകൊണ്ടാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. സാധാരണ നിങ്ങളാരും അതിൽ അഭിനയിക്കുകയാണെന്ന് തോന്നിയിട്ടേ ഇല്ലാത്തൊരു പോലെയാണ്. എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സിനിമ എനിക്ക് തോന്നുന്നത് വിജയിക്കണമെങ്കിൽ നമ്മൾ സിനിമ കണ്ടുവരുമ്പോൾ ആ ക്യാരക്ടേഴ്സ് നമ്മുടെ കൂടെ തന്നെ വരും. അങ്ങനെയായിരുന്നു ഈ സിനിമ. എങ്ങനെയാണ് ഈ സിനിമയിലോട്ട്, ഈ ഫെമിനിച്ചിലോട്ട് എത്താനുള്ളൊരു കാരണം? ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്ന പോലെ തന്നെ ഇവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. പക്ഷെ എനിക്കിവരെ താമറിനെ മാത്രമേ അറിയുള്ളൂ. താമര ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഈ എന്താ പറയുക, നമ്മളെ മെസ്സഞ്ചേഴ്സ് വന്നിട്ട് എൻ്റെ നമ്പർ ചോദിച്ച്, ഞങ്ങൾ പരിചയം ഉണ്ടെന്നുള്ളൂ. പക്ഷേ ഞാൻ നമ്പർ അയച്ചു കൊടുത്തു. പക്ഷേ ഇതിൻ്റെ ഡയറക്ടർ ഫാസിലിനും എന്നെ അറിയാം. ഇതുപോലെ ശ്രീധന്യ കാറ്ററിംഗ് എന്നുള്ള സിനിമയിൽ കണ്ടിട്ടുണ്ട്, ആൾക്കറിയാം. അപ്പോൾ താമർ അത് കൊടുത്ത നമ്പറിൽ ഫാസിൽ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂ തുടങ്ങുന്നതിനായതിന് താമറിനോടാണ് എപ്പോഴും എന്താ പറയുക, എപ്പോഴും താമറിൻ്റെ മനസ്സിലുണ്ട് എനിക്ക്. കാരണം താമർ ഫാസിലിന് കൊടുത്തു, ഫാസിൽ വിളിച്ചു. അതുപോലെ തന്നെ സ്കറിയ ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഇവരോടെല്ലാവരും ഒരുപാട് സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. മാത്രമല്ല ഇതിൽ അഭിനയിച്ച എല്ലാ ആക്ടേഴ്സും ഒരു രക്ഷയില്ലാത്ത ആക്ടേഴ്സായിട്ടാണ്. ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തേ നമ്മൾ നോക്കിക്കാം, നമ്മളെ സീനില്ലാത്ത സമയത്ത് നോക്കി കാണുമ്പോൾ ഇവരെന്ത് വളരെ ഭംഗിയായിട്ട് അഭിനയിക്കണമെന്ന് കാണുമ്പോൾ നമുക്ക് ഇവർ ഭയങ്കര ഒപ്പത്തിനൊപ്പം. എല്ലാവരും മോശക്കാരില്ല. ചെറിയ മോനൊക്കെ കണ്ടില്ലേ, കിടക്കയായിട്ട് വരുന്നവർ, കിടക്ക കൊണ്ടുപോയിട്ട് അവിടുന്ന് വരുന്ന ചീത്ത പറയാൻ വരുന്ന ആളുകൾ എല്ലാവരും ഭയങ്കരമായിട്ടുള്ളൊരു, എനിക്ക് തോന്നുന്നു ആ പ്രദേശത്തിലെ ആൾക്കാരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ചില സീനുകളിലൊക്കെ അവിടെയുള്ള ആളുകളെ ഫാസിലിന് അങ്ങനത്തെ ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയത് എന്താ വെച്ചാൽ, ഞാൻ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, ഇതിലുള്ള ആ തമിഴ് ചെയ്യുന്നവരാരാ ചെയ്യുക? നാടകത്തിലൊക്കെ ഈ മലയാളം പറയുന്ന ആൾ തമിഴ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ സിനിമയിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പം എന്നോട് പറഞ്ഞത് ആദ്യം ഇതിൽ അങ്ങനത്തെ ഒരു ഒറിജിനൽ ആളുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് അത് അങ്ങനെ ചെയ്ത വളരെ ഭംഗിയാവും പറഞ്ഞു. പക്ഷെ രാജി എന്ന് പറഞ്ഞ ആക്ട്രസ് അതിനേക്കാളും ഭംഗിയായിട്ട് ഇതിൽ കണ്ടില്ലേ, ശരിക്കും തമിഴത്തിയായിട്ട്. അതെ അതെ അതെ. അത് ആ ക്യാരക്ടർ തന്നെ ഒരു മൂരാച്ചി ആയിട്ടുള്ളൊരു ഉസ്താദാണ്. എനിക്ക് തോന്നുന്നു അട്ടയറും ആ ഡ്രസ്സൊക്കെ ഇടുമ്പോ തന്നെ കറക്റ്റ് ആ എന്താ പറയാ കഥാപാത്രമാണോ അത് ശരിക്കുള്ള ഉസ്താദാണോ എന്നുള്ള തന്നെ ആൾക്കാർക്ക് കുറെ പേർക്ക് അവിടെ അല്ലേ, ഇത്ര ആളുകൾക്ക് ഒറിജിനൽ ഇതാണെന്നുള്ളതും, പിന്നെ വിളിച്ച് സംസാരിക്കുന്നവരും, പിന്നെ അതുപോലെ നമ്മൾ ഈ ഇതുണ്ടല്ലോ നമ്മളെ ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് അവരും സംസാരിക്കുന്നത് അങ്ങനെയായിരുന്നു. പിന്നെ പല ആളുകളും വിളിച്ചിട്ട് അതും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഒറിജിനൽ ആളാണെന്നാണ്. പിന്നീടാണ് മനസ്സിലായത്, സിനിമ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോലെ ഫസ്റ്റ് അതിന്റെ സമയത്ത് നോക്കിയിട്ടാണ് പേര് മനസ്സിലാക്കിയിട്ടാണ് പലരും വിളിച്ചത്. നമ്പറൊക്കെ അവിടെ നിന്നോ കറക്റ്റ് ചെയ്തിട്ടാണ് വിളിക്കുക. IFFK ഒരുപാട് അവാർഡ്സുകൾ. അതെ അതെ. IFFK മാത്രമല്ല, പത്മരാജൻ പുരസ്കാരം, ഫിലിം ക്രിട്ടിക്സ്, പിന്നെ ബാംഗ്ലൂർ ഇന്ത്യൻ
മൊത്തത്തിലുള്ളൊരു ഇതുണ്ടായിരുന്നു ബാംഗ്ലൂർ ഫെസ്റ്റിവൽ അല്ലാത്ത ഒരു ഏഷ്യൻ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു അതിൽ. അതിലും ഉണ്ട്. പിന്നെ ജെ.സി. ഡാനിയൽ, പിന്നെ കിർഗിസ്ഥാൻ, പിന്നെ എവിടേക്കും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലായിടത്തും പുള്ളി വരുന്നുണ്ട്. ഫാസിൽ ഫുള്ള് ഓട്ടാണ്, നാട്ടിലില്ല. അവാർഡുകൾ വെക്കാൻ സ്ഥലമില്ല. അതെ അതെ അതെ. അത് സിനിമയിൽ നിന്ന് ആരൊക്കെയാ വിളിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്? ഒരുപാട് ഡയറക്ടേഴ്സ്. ഇപ്പം ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും, ചില റൈറ്റേഴ്സിനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ പേര് പറയുമ്പോൾ മറന്നുപോയാൽ അവർക്കൊരു ഇതാവുമല്ലോ. ഒരുപാട് ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ് നമ്മൾ കാണാൻ ആഗ്രഹിച്ചവരൊക്കെ ഫോണിലൂടെ വിളിക്കുന്ന സമയത്ത് ഞാൻ അപ്പം തന്നെ പറയും കേട്ടോ, സാർ ഞാൻ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി നമ്പർ കളക്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്, വിളിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്, സാറ് വിളിച്ച പോലെ സന്തോഷമായി എന്നൊക്കെ ഒരു സമയത്ത്, ഏത് സമയത്ത് ഇന്ന സ്ഥലത്ത് വരുമ്പം കാണാം, സംസാരിക്കാമെന്നൊക്കെ പറയും. ഇപ്പോൾ PS രവി സാറൊക്കെ നമ്മൾക്ക് എപ്പോഴും നല്ലൊരു ബന്ധത്തിലാണ് നമ്മളിപ്പോൾ. നമുക്ക് സിനിമ അവിടെ തിയേറ്ററിൽ എല്ലാ ദിവസവും കാണാണ്ടാവാറുണ്ട്. നമ്മുടെ സിനിമയെ കുറിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ട് പറയുന്ന ആളുകളിൽ ഒരാളാണ് അദ്ദേഹം. IFFK നേരത്തെ പോയിരുന്നോ? പോയിട്ടുണ്ട്. പോയിട്ടുള്ള സമയത്ത് ഞാനൊരു ദിവസം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നിറഞ്ഞ സദസ്സിൽ ഞാനിരുന്ന് സിനിമ കാണുന്ന സമയത്ത് ഒരു സിനിമയെങ്കിലും എൻ്റെ ഇതുപോലെ ഒന്ന് ആവുകയാണെങ്കിൽ, ഇതുപോലെ ഒരു വേദിയിൽ വന്ന് നിൽക്കാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഒരു നാടകക്കാരനല്ലേ ഞാൻ, ചിന്തിക്കാൻ പറ്റില്ലല്ലോ എനിക്ക്. അപ്പോൾ നാടകക്കാരനും പറ്റുന്നുള്ളത് തെളിയിച്ച് എനിക്ക് തോന്നുന്നു അത് പ്രപഞ്ചം കേട്ടു എന്നുള്ളതാണ്. ആൽക്കമിസ്റ്റ്. അതെ, അത് അന്ന് അത്രയും ആഗ്രഹിച്ചിരുന്നത് അവിടെ നിന്ന് സ്വപ്നം കണ്ടതാണ്. ഇപ്പോൾ അത് ഭയങ്കര വലിയൊരു ബ്ലെസ്സിങ് മൊമെന്റ് ആണ്. അതേപോലെ തന്നെ ഇപ്പോഴും പേടി തന്നെയാണ്. സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തും ഭയങ്കര പേടിയുണ്ട്. കാരണം നാടകം പോലെ നാടകം നമ്മൾ ഒരു 15-30 ദിവസം റിഹേഴ്സലൊക്കെ ചെയ്ത് 1.5 മണിക്കൂർ സാധനം കാണാതെ പഠിച്ച് ഒരു സാധനം പോലും തെറ്റിക്കഴിഞ്ഞാൽ രണ്ടാമത് അവിടെ റീടേക്ക് ഇല്ലല്ലോ. പക്ഷേ സിനിമയെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ക്യാമറയ്ക്ക് പിന്നിൽ ഒരുപാട് ആളുകൾ, അവിടുന്ന് ഇതിലൂടെ നിർദ്ദേശം എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പം തെറ്റിക്കഴിഞ്ഞാൽ, നമ്മളെ കൊണ്ട് തെറ്റിക്കഴിഞ്ഞാൽ രണ്ടാമതും ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ട്, പേടിയാണ്. എല്ലാ ഡയറക്ടേഴ്സിനോടും ഭയങ്കര ബഹുമാനം. എനിക്ക് ചാൻസ് തന്ന ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ അതിലൊക്കെ ഞാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ജോഷി സാറിൻ്റെ സിനിമയിലൊക്കെ ഒരു അവസരം, ജോഷി സാറൊക്കെ അവസരം തന്നു, നല്ല അവസരം തന്നു. എങ്ങനെയുണ്ടായിരുന്നു ജോഷി സാറിൻ്റെ സെറ്റൊക്കെ? ആന്റണി എന്നുള്ള സിനിമയിലാണ് ഉള്ളത്. ഞാൻ ഇടയ്ക്ക് പോയി. അതെങ്ങനെയാണ് അത് ചാൻസ് വന്നത്? ഞാൻ ജോഷി സാറിൻ്റെ വീട്ടിൽ പോയതാണ്. വീട്ടിൽ പോയി പരിചയപ്പെട്ടു. സാറിനോട് പറഞ്ഞേക്കുന്ന സിനിമയിൽ അഭിനയിക്കാൻ മോണ്ട് ചെറിയ ചെറിയ വേഷമൊക്കെ ചെയ്യേണ്ടത് പറഞ്ഞ് സാറ് പറഞ്ഞ് ഓക്കെ നോക്കാം. അപ്പോൾ സിബി എന്ന് പറയുന്ന അസോസിയേറ്റ് അവരെ പോയി കാണാൻ വേണ്ടി പറഞ്ഞു. ഞാൻ അന്ന് അവരൊരു സിനിമയുടെ ഡബ്ബിങ് നടക്കുകയാണ്, അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയപ്പോൾ സിബി അവരോട് സംസാരിച്ച് സാറ് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഓക്കെ നമ്പറൊക്കെ താന്ന് പറഞ്ഞ് അങ്ങനെ ആൻ്റണി നടക്കുന്ന സമയത്ത് കാസ്റ്റിംഗ് നടക്കുന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ ജോഷി സാറെ നേരിട്ട് വിളിക്കുക. അപ്പോഴാണെങ്കിൽ ഇത് സാറ് ഡ്രൈവ് ചെയ്തുകൊണ്ട് കട്ടായിപ്പോയി. പിന്നേക്ക് വിളിക്കാൻ ഭയങ്കര പേടി. ജോഷി സാറൊക്കെ അങ്ങനെ വിളിക്കാൻ പാടില്ലല്ലോ. സാറ് പിന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ആര് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കെസിയ എന്ന് പറഞ്ഞ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു, അവരെ വിളിച്ചു. അപ്പോൾ തന്നെ ഫോട്ടോ അയക്കാൻ വേണ്ടി പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ദിവസം വരാൻ വേണ്ടി പറഞ്ഞു. നേരെ ഞാൻ പോകുന്നത് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് പിന്നെ ചെല്ലുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് വലിയ വേഷമൊന്നുമല്ല, പക്ഷേ ആ സിനിമയിൽ ത്രൂ ഔട്ട് നമ്മളെ ഓരോ സീനിലും സാറ് നിർത്തിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു ഭയങ്കര സന്തോഷം തോന്നി. സാറിൻ്റെ പോലൊരു സിനിമയിൽ നമുക്ക് ചെറുതായിട്ട് മോഹം കാണിച്ചാൽ മതി. അത് നാടകക്കാരെന്നുള്ള നിലയ്ക്ക് നമുക്ക് അങ്ങനെയല്ലേ പറ്റുള്ളൂ. അങ്ങനെയുള്ള അതുപോലെ തന്നെ ഒരുപാട് ഡയറക്ടേഴ്സ്. ഇപ്പോൾ ജിയോ ബേബിനോടൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് 3 സിനിമയിൽ എനിക്ക് നല്ല വേഷം തന്നിട്ടുണ്ട്. എല്ലാ തന്നവരോടൊക്കെ നമുക്ക് ഭയങ്കര സ്നേഹം തന്നെയുള്ളൂ. പക്ഷേ നമ്മളെല്ലാവരും പേരെടുത്ത് പറയുമ്പോൾ 25ഓളം സിനിമകൾ അഭിനയിച്ച് 25 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ ഫെമിനിച്ചി ഫാത്തിമയുടെ ലൊക്കേഷനൊക്കെ മൊത്തം മലപ്പുറം സൈഡായിരുന്നു. പൊന്നാനി അവിടെ തീരദേശത്തിൻ്റെ അവിടെ തന്നെ. അവിടെ ഒരുപാട് ആളുകൾ നന്നായിട്ട് താമസിക്കുന്ന ഏരിയയാണ്. ആദ്യത്തെ ദിവസമൊക്കെ ചെല്ലുന്ന സമയത്ത് നമ്മൾ തികച്ചും അവിടുത്തെ അന്യനാണല്ലോ. ഒരു വീട്ടിലാണ് നമ്മൾ ഷൂട്ട്. ആ വീട്ടിലത്തെ ആളുകൾ അവിടെ ഉണ്ട്, മുഴുവനായിട്ടുണ്ട്. നമ്മൾ രാവിലെ ഒരു 6 മണിയാകുമ്പോഴേക്കും അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ ജോലിക്ക് പോകേണ്ടവരൊക്കെ ഉണ്ടാവും. ബാക്കിയുള്ളവർ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനൊക്കെ നിൽക്കും. അവർ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും. ആദ്യമൊക്കെ ഞങ്ങൾ ഒരു അകൽച്ച ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ വീട്ടുകാരായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ നമ്മളൊരു ഉസ്താദ് ആയതുകൊണ്ട് ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. ശരിക്കും അവർക്ക് ഉസ്താദായിട്ടാ ഫീൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ബോഡി ലാംഗ്വേജും സംസാരം എല്ലാം അതുപോലെയാണല്ലോ. അതെ. അപ്പൊ അതിങ്ങനെ ആവുന്ന സമയത്ത് അവർക്ക് ആ സെറ്റിൽ ഞങ്ങൾക്ക് എപ്പോഴും എനിക്ക് ഭക്ഷണമൊക്കെ തരുമ്പോൾ ഒന്ന് കൂടുതലൊക്കെ ഉണ്ടാവും. ഉസ്താദിന് കുറച്ച് കൂടുതലുണ്ട്. ഒരു മീൻ എക്സ്ട്രാ കിട്ടും. അവിടെ തന്നെ കറി ഉണ്ടാക്കുമ്പോഴേ പൊരിച്ചതൊക്കെ ആയാലും അത് കിട്ടും. പിന്നെ അത് കഴിഞ്ഞാൽ ഞാനൊന്ന് തൊട്ടടുത്ത് ബീച്ചാണ്. അങ്ങോട്ട് പോകുന്ന സമയത്ത് മറ്റുള്ളവരൊക്കെ വീട്ടിലേക്കൊക്കെ വിളിക്കും, ഉസ്താദ് വരി വന്നിട്ട് പോകാന്നൊക്കെ പറയും. ഞാൻ പറയാം പോകാൻ നേരത്ത് വരണ്ട, ഇപ്പോൾ ഷൂട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്
പിന്നെ ഒരുപാട് ആളുകൾ വരും കാണാനൊക്കെ, കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഉസ്താദേ പണിയൊന്നുമില്ല നമുക്ക് എന്താ, അതൊക്കെ ശരിക്കും അവര് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ വരുന്നത്? അവരെ ഞാൻ ഉസ്താദാണെന്ന് ആണെന്ന് അറിഞ്ഞിട്ടാണ് അവരൊന്ന് സംസാരിക്കുന്നത്. അതെ. അപ്പൊ ഞാൻ ആ സമയത്ത് അവരോട് ആണെന്നും പറയില്ല എല്ലാന്നും പറയില്ല, ഒക്കെ ശരിയാവും. ആ പടത്തിലെ ഇഷ്ടപ്പെട്ട ഒരു സീൻ പറഞ്ഞാൽ ഏതായിരിക്കും പറയാ? അതില് ഞാൻ എല്ലാ സീനും ഇഷ്ടം തന്നെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫാത്തിമ അങ്ങനെ ധൃതി പിടിച്ച് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഫാത്തിമ ഫാത്തിമ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ അവള് ഓടി വരുമ്പോ ഫാൻ, നമുക്ക് ദേഷ്യം വരും, ആളൊക്കെ ഒന്ന് പോയിട്ട് ഇട്ടൂടെ നമുക്ക് തോന്നും. എന്നാലും മൂപ്പരോട് അങ്ങനെ ദേഷ്യം തോന്നൂല എന്നാണ്. അതെ, അയാളുടെ ഉള്ളിലൊരു ഇന്നസെൻസ് ഉണ്ട്. അതെ, പഠിച്ച് ജനിച്ച് വളർന്ന ചുറ്റുപാടും സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്തതെന്നായിരിക്കും ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നാൽ പോലും കുടുംബത്തിന് നോക്കാൻ നിന്നിട്ടില്ല. എനിക്കിങ്ങനെ ചോദിച്ച പോലെ തന്നെ ആ ഫോണ് കൊണ്ടു കൊടുക്കണ്ടല്ലോ. അതെ അതെ, ഫോൺ സീന് ഞാൻ അടുത്ത് പറയാൻ നിൽക്കായിരുന്നു. ആളെയും കൊണ്ടു കൊടുത്ത ഫോൺ മൂപ്പർക്ക് കൈക്കലാക്കിയിട്ട് എന്റെ ഫോൺ അനക്ക്. എന്നിട്ടൊരു ചോദ്യം, അനക്കിപ്പോ എന്തിനാ ഫോണ്? കുറച്ച് പ്രാവശ്യം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മള് ഫാസില് കാണാതെ നമ്മള് അങ്ങനെയല്ല, ഒരു ചെറിയ ഇംപ്രൈസേഷൻ ഒക്കെ ഉള്ള സൗകര്യം, ഫ്രീഡം തന്നിട്ടുണ്ടല്ലേ ആ സ്പേസ്. അപ്പം നമ്മൾ ഒരു വാസലിൻ്റെ മുന്നിൽ തന്നെ ഒരു റിഹേഴ്സൽ ചെയ്യിച്ച വാസൽ അപ്പം ഇതൊക്കെ അങ്ങനെ തന്നെ മതി എന്നറിയാം. പിന്നെ നമ്മൾ നിർത്താതെ ഡയലോഗ് ഇങ്ങനെ പറയില്ല. അപ്പം എന്തെങ്കിലും ഇങ്ങനെ അടിച്ചു പോയാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഒരു സീനിൽ പോലും ആ ഒരു ദിവസം ഉണ്ടായിരുന്നു ചെയ്തിട്ട് ശരിയാവാത്തൊരു ചെറിയ പ്രശ്നം വന്നിട്ട്. അപ്പം നമ്മൾ വാസലിനോട് പറഞ്ഞു ഈ സീൻ നാളെ ചെയ്താൽ മതിയോ എന്ന് ചെയ്തപ്പോൾ വാസൽ അന്ന് അപ്പോൾ തന്നെ പറഞ്ഞു വേണ്ട നാളെ ചെയ്യാൻ പറഞ്ഞു. ഇത് ബാക്കിയുള്ള സീനുകളൊക്കെ ചെറുതായിട്ട് നോക്കി. സ്ക്രിപ്റ്റൊക്കെ അപ്പം ആണോ അതോ ഓൾറെഡി ഫുള്ള് ആദ്യം വായിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. പിന്നെ പുള്ളിക്കാരൻ ആ സാധനം മൂപ്പരൻ്റെ എഡിറ്റർ അന്ന് ചെയ്ത് ഷൂട്ട് ചെയ്തത് രാത്രി അത്ര 1:30 ചിലപ്പം കിടക്കാൻ. ഒരു രാത്രി ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് മൂപ്പരത്തൊക്കെ കണ്ട് പിറ്റേ ദിവസത്തേക്കുള്ള സ്ക്രിപ്റ്റ് എഴുതി രാവിലെ 6 മണി സെറ്റിലെത്തി മൂപ്പര് ഞങ്ങൾക്ക് ചെയ്തൊന്ന് കാണിച്ചു തരും. ഇതിന്റെ ബാക്കി ഇന്നിപ്പം തീർക്കുക എന്നിട്ട് ശേഷം മൂപ്പര് സ്ക്രിപ്റ്റ് തരുള്ളൂ. എന്നിട്ട് വായിച്ചേക്കാൻ പറയും. ഞങ്ങൾ വായിച്ചൊക്കെ അപ്പം തന്നെ അവിടെ നിന്ന് റിഹേഴ്സൽ എഴുതി ചെയ്യും. അങ്ങനെ ചെയ്തത്. ഫാത്തിമേനൊക്കെ അന്ന് അവിടെ വെച്ചിട്ട് തന്നെയാണോ കാണുന്നത്? അവിടെ വെച്ചിട്ട് ആദ്യമായിട്ട് അവിടെ നിന്നാണ് കാണുന്നത്. അതിന് മുന്നേ അവർ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷൂട്ടിൽ തുടങ്ങുന്നതിന് മുന്നേ ഫോൺ വിളിച്ച് പരിചയപ്പെട്ടു. അപ്പം ഞാനും അവരെ പരിചയപ്പെട്ടു. അപ്പം എനിക്കറിയാം 1000 നുണകളിലുള്ള അന്ന് ഞാൻ അവരെ ഫസ്റ്റിനെ വിളിക്കുന്ന സമയത്ത് ആ സിനിമ കണ്ടില്ല. അപ്പം അത് പറഞ്ഞപ്പം ഞാൻ വീണ്ടും ആ സിനിമയിൽ നിന്ന് കണ്ടപ്പം ഗംഭീര പെർഫോമർ ഞാൻ മനസ്സിലായി. അപ്പം ഞാൻ രണ്ടാമത് വിളിച്ചിട്ട് അങ്ങനെ എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് നിശ്ചയില്ലാത്തൊക്കെ ഒന്ന് പറഞ്ഞു തരണം, നിങ്ങളത്ര പരിചയമൊന്നുമില്ല സിനിമയിൽ. അങ്ങനെ സിനിമ തന്നതിന് ശേഷം അങ്ങനെ തന്നെയായിരുന്നു. ചില സംഭവം നമുക്ക് കിട്ടാതെ വരുന്ന സമയത്ത് അവർക്ക് നന്നായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. പിന്നെ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളോട് എത്രത്തോളം കോപ്പറേറ്റ് ചെയ്യുന്നു, നമുക്ക് ഒരു റിലാക്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനൊക്കെ ഭയങ്കര അതുണ്ടായിരുന്നു കേട്ടോ. അവരെ ഭാഗത്ത് നല്ലതുണ്ട്. അവര് മാത്രമല്ല സൂറാത്തി ആയാലും ആ സിനിമ എങ്ങനെ കണ്ടാലും എൻ്റെ അടുത്ത് ആരെങ്കിലും ഇരിക്കണം, ഞാൻ കൈ പിടിക്കുന്ന സീനുണ്ട്. എന്താ പറയാ, മോള് വന്നിട്ട് പോണ സമയത്ത് സ്കൂട്ടറിന് പോലും സൂറാത്ത് എന്തൊരു നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യം, ആരാണ്ടി എനിക്കറിയാം. അവിടെ ഞാൻ ചിരിക്കുന്നത് എന്തായാലും ഞാൻ പിടിച്ച് ഞാൻ ചിരിച്ചു സിനിമകളില്. അത് അവരവിടെ നിന്ന് ഇംപ്രസ് ചെയ്താന്ന് പറഞ്ഞത്. സ്ക്രിപ്റ്റ് കൊടുത്ത സാധനത്തില് സൂറാത്തി അതായത് വിജി ഷംലിയും കൂടെ ഇംപ്രസ് ചെയ്ത് അങ്ങനെ ചോദിക്കട്ടെ എന്ന് ഫാസിലോട് ചോദിച്ച് ചോദിച്ചോടിയെന്നായിരുന്നു. ഈ പടം റിലീസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഒരുപാട് മറ്റു പടങ്ങളും ഉള്ള സമയത്ത് അത് റിലീസ് ചെയ്ത് ലോക, രാവണപ്രഭു റിലീസുള്ള സമയം, കാന്താരക്ക റിലീസ് സമയത്താണ് തോന്നുന്നു ഫെമിനിച്ചി ഫാത്തിമ റിലീസായത്. തിയേറ്റർ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് കമ്പാരിറ്റീവ്ലി IFFKയുടെ ഇതിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചാൽ ആളുകൾ തിയേറ്ററിൽ കുറവാണ്. IFFKയിൽ അവിടെ ആദ്യത്തെ ദിവസം തന്നെ സ്ക്രീനിങ് കഴിഞ്ഞപ്പം തന്നെ ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ സ്ക്രീനിങ്ങിൽ തിയേറ്ററിൽ 700 ആളാണ് കയറാൻ പറ്റിച്ചാൽ 1300 ആൾ കയറിയെന്ന് അവരാണ് ഞങ്ങളോട് പറഞ്ഞത്. കാരണം എല്ലാ സീറ്റിൻ്റെ ഗ്യാപ്പിൽ ആളുകൾ ഫുള്ളായി പോയി, നിലത്തിരുന്നിട്ടാണ് ആളുകളും ഭൂരിപക്ഷം ആളുകൾ കണ്ടത്. അതിൻ്റെ പബ്ലിസിറ്റിയിൽ മൂന്നാമത്തെ സിനിമയ്ക്ക് ഒരു രക്ഷയില്ലേനി. അവിടെ ഉച്ചയ്ക്ക് ഇട്ട ഷോയ്ക്ക് രാവിലെ മുതൽ ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട്, അത്രയും ആളുകളായിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ട ആളുകൾ മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അവരെ അഭിപ്രായങ്ങൾ എഴുതി ഭയങ്കര പബ്ലിസിറ്റി ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരുപാട് കോളുകൾ എന്നാണ് റിലീസ് എന്നുള്ളതിന് മാത്രം ഞങ്ങൾ അത്രയും കാലം പിടിച്ച് നിൽക്കുകയായിരുന്നു. കാരണം തിയേറ്ററിൽ റിലീസ് വന്നു കഴിഞ്ഞാൽ ആളുകൾ എല്ലാവരും അത്രയും വിളിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ തിയേറ്ററിലെ ആളുകൾ കുറവായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനങ്ങനെ ഒരു അനലൈസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് വെച്ചാൽ പോകുന്നിടത്തൊക്കെ അവാർഡ് കിട്ടുന്നുണ്ട്. IFFK, ഫിലിം ക്രിറ്റിക്സ്, മറ്റേത് ഇങ്ങനെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ആ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അവാർഡ് സിനിമ അല്ലേ, അപ്പം അപ്പോൾ അവാർഡാണെന്നുള്ളതിൽ ഇങ്ങനെ ആയിട്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും തിയേറ്ററിൽ അത്രത്തോളം ആൾ കുറഞ്ഞത്. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ തലശ്ശേരി ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചിട്ട് ഒറ്റ ദിവസമേ ഷോ ഉള്ളൂ.
അവിടെ 1000-ലധികം ആളുകൾ പുറത്താണ്. അവിടുന്ന് ഒരു സുഹൃത്താണ് വിളിച്ചു തരുന്നത്, അത്ര 1000-ലധികം ആൾ പുറത്തുണ്ടായിട്ട് പിറ്റേ ദിവസം ലിബർട്ടി എന്ന് എന്തോ തിയേറ്റർ എന്തോ ഉണ്ട്, അവിടെ രണ്ടാമത് രാവിലെ 9 മണിക്ക് ഷോ വെച്ചു. ഫെസ്റ്റിവൽ തന്നെ ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ തിയേറ്ററിലേക്ക് വരുന്നില്ല, കുറവാണ്. എനിക്ക് തോന്നുന്നു IFFKയിൽ ഇത്രയും അവാർഡ്സ് കിട്ടിയ പടം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധാരണഗതിയിൽ എല്ലാ പടങ്ങൾക്കും അങ്ങനെ പറ്റാറില്ല. പക്ഷെ അതിന് എനിക്ക് തോന്നുന്നു DQ ആ പടം ഏറ്റെടുത്തോണ്ട്. അതെ അതെ അല്ലേ, അത് ഞങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമല്ലേ. ഫാസിലിനും കിട്ടിയ, ഫാസിൽ അടുത്തൊരു കഥ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ DQ-നായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഈ പറയുന്നതിന് മുന്നേ അവിടുത്തെ ഓഫീസിലുള്ള ആളോട് പറയുന്നതിന് മുന്നേ ചെയ്ത സിനിമയുടെ ഈ ഫെമിനിച്ചി പാത്തുമ്പോൾ ട്രെയിലർ എന്താ കാണിച്ചു കൊടുത്താ. അപ്പോൾ അവർക്ക് മുഴുവൻ സിനിമ കാണണം എന്ന് പറഞ്ഞപ്പം മുഴുവൻ സിനിമയും കാണിച്ചു കൊടുത്തു. അവർ പറഞ്ഞത് ഞങ്ങൾ വിതരണത്തിനെടുത്തോളാണ്. ഫസലിന് കിട്ടിയ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങളൊന്നാണത്. അപ്പോൾ ദുൽഖർക്ക് സിനിമ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തില്ല, ആക്ടേഴ്സ് ദുൽഖർക്ക് സിനിമ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവൂലേ. അപ്പോൾ നമ്മളൊക്കെ വിളിക്കുക ചിലപ്പോൾ സിനിമയൊക്കെ സക്സസ് ആയാലും കൂടെ ഒരു ദിവസമൊക്കെ കൂടാനൊക്കെ. അപ്പം ഞാൻ പറയും വിളിക്കും, എന്തായാലും വിളിക്കും, വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയും. വിളിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ ഒരുപാട് അവാർഡുകൾ കിട്ടിയല്ലോ, ഇനി എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് അവാർഡിനും കൂടിയിട്ടുള്ള ഒരു വെയിറ്റിംഗിലായിരിക്കും എല്ലാവരും അല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞിരിക്കുകയെന്ന് വെച്ചാൽ മലയാള സിനിമയിൽ ഇത്രത്തോളം അവാർഡുകൾ കിട്ടിയ സിനിമ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്ര ആളുകൾ എഴുതുന്ന സമയത്ത് തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടാതെ പോകില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളതിലുള്ള ക്രൂ മൊത്തത്തിൽ നിൽക്കുന്നത്. അടുത്ത് തന്നെ ഞങ്ങൾ അതും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു ഗുഡ് ന്യൂസ് വേഗം കിട്ടട്ടെ. അതില് പട്ടി ഒരു മേജർ റോളാണല്ലോ അല്ലെ? എനിക്ക് തോന്നുന്നു അതിലത്തെ മെയിൻ റോള് പട്ടിയുമായി കിടക്കുകയാണ്. ആരോ ഒരാൾ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് മെല്ലെ കൊണ്ടുവന്ന് അവിടെ ഇച്ചിരി ആളുകളൊന്നും ഇല്ലാത്ത സമയത്ത് ഒരു ക്യാമറ വെച്ചെടുത്തൊരു സാധനമാണത്. കറക്റ്റ് അത് വന്നത് കൊണ്ടാണ് അതിന്റെ ഒരു റിയാലിറ്റി നമുക്ക് ഫീൽ ചെയ്തത്. ശരിക്കും ഈ ഉസ്താദ് അഷ്റഫ് എന്നുള്ള ക്യാരക്ടർ ഒരു ടഫ് ക്യാരക്ടർ ആണല്ലോ. ശരിക്കും ചേട്ടൻ അങ്ങനെയാണോ? ടഫ് ക്യാരക്ടറാണ് വീട്ടില് ചില സന്ദർഭങ്ങളാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ചോദിക്കേണ്ടി വരും ചിലപ്പോൾ. അല്ലാത്ത സമയത്ത് ഞാൻ കാണുന്നവരോടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്ന ഒരാളാണ്. പക്ഷെ പരിചയം ഇല്ലാത്തവരോട് അങ്ങനെയല്ല. നമ്മളോടൊപ്പം മിങ്കിൾ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അതുപോലെ തന്നെ അവർ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ആളാണ്. ഇങ്ങോട്ട് അതല്ലേ ഞാൻ പറഞ്ഞു വീട്ടില് ഫാൻ എന്ന് പറഞ്ഞ കടന്ന ഫാൻ അല്ലെ. നമ്മൾ പിന്നീട് ആലോചിക്കുന്നത് അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവൂലേ. അപ്പൊ സിനിമ വൈഫും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ഇതേമാതിരി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? വൈഫിന്റെ ഫ്രണ്ട്സിന്റെ എല്ലാവരും ഒരാള് പോലും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഒരാള് പോലും, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥയാണല്ലോ. അതെ, ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എന്റെ വൈഫിനൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. ഞാൻ കേട്ടത് പെണ്ണുങ്ങൾ കണ്ടാൽ പോലും അവരടുത്ത് പറയാണ് അങ്ങനെ നിങ്ങൾ പോയിട്ട് കാണു കിട്ടോ എന്നുള്ളത്. അല്ല, എല്ലാ പെണ്ണുങ്ങളും അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയായിട്ടാണ്. അങ്ങനെ ഒരു പബ്ലിസിറ്റി ഒക്കെ പോയിട്ടുണ്ട്. ഞാൻ തിയേറ്ററിൽ പോയപ്പോ തന്നെ ഓൾറെഡി ഒരു ഫാമിലി കണ്ടു കഴിഞ്ഞതാണ്. എന്നിട്ട് അവര് ആ ലേഡിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാനിത് ഹസ്ബൻഡിനെ പുള്ളി കാണണം ഈ പടം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നതാന്ന് പറഞ്ഞിട്ടാണ് സെക്കൻഡ് ടൈം കാണുന്നത്. പിന്നെ അത്രത്തോളം വലിയൊരു പബ്ലിസിറ്റി ഉണ്ടല്ലോ. അപ്പം നമ്മൾക്ക് പബ്ലിസിറ്റി കൊടുക്കണ സാമ്പത്തികം എന്നുള്ളൊരു പ്രശ്നമൊക്കെ അല്ലേ. സിനിമയുടെ പബ്ലിസിറ്റി തന്നെ നമ്മൾ ഈ സിനിമയിൽ വന്നതിന് ശേഷമാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. നമ്മൾ വിചാരിച്ചു സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്റർ കൊണ്ടുവരുന്നത് എല്ലാ തിയേറ്ററിൽ എടുക്കുന്നതിന് അങ്ങനെ എടുക്കുന്നില്ല. അത് ആരോ പറഞ്ഞ പോലെ കോളേജിലൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ട് കോളേജ് ചെന്നപ്പോൾ മനസ്സിലായി അവിടെ SLC ഒക്കെ പാസ്സാവണം എന്നുള്ളത്. എന്ന പോലെ സിനിമ എടുക്കണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ. പ്രൊമോഷൻ. അതെ 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 അതെ. ഈ അഭിനയത്തോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൊച്ചിലേ മുതലൊക്കെ ഉണ്ടാവും. അത് സിനിമ കണ്ടുകൊണ്ടാണോ ഈ നാടകത്തിലോട്ട് വരണം എന്നുള്ള ഒരു മോഹം വന്നത്? സിനിമയ്ക്ക് ഭയങ്കര മോഹം കാണാട്ടോ. സിനിമേനെ അഭിനയത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല ജീവിതത്തിൽ. അതായത് ആ ചെറുപ്പകാലത്തൊന്നും സിനിമ എല്ലാ സെക്കൻഡ് ഷോയ്ക്കും പോകാൻ ഭയങ്കര താല്പര്യമാണ്. വീട്ടിൽ നിന്ന് കാണാതെ ഇറങ്ങി പോവുക. അതെ, വീടിൻ്റെ അടുത്ത് തിയേറ്റർ വന്നതിന് ശേഷം. പക്ഷെ നാടകത്തിലേക്ക് വന്നതിന് ശേഷം നാടകം തന്നെയായിരുന്നു. എല്ലായിടത്തും പോയി നാടകം. എത്ര വയസ്സ് മുതൽ ശരിക്കും പറഞ്ഞത് ഏകദേശം ഒരു ഡിഗ്രി ആ ലെവലിലൊക്കെ എത്തുമ്പോഴാണ് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങി നാടകം കളിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ മുന്നൊക്കെ കേരളോത്സവം അങ്ങനെ നാട്ടിലെ ചെറിയ ക്ലബിൻ്റെ പരിപാടി. ഞങ്ങളുടെ നാട്ടിൽ സുഹൃത്തുക്കളുണ്ട്. അതിൻ്റെ നാടകത്തോടൊപ്പം എനിക്ക് കോമഡി സ്കിറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. നന്നായിട്ട് കോമഡി ചെയ്യുന്നതാണ് എല്ലാവരും പറയുക. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ സുഹൃത്തുക്കളെ ഭാഗേഷ് ഉണ്ട്, ഷെറിൽ ഉണ്ടായിരുന്നു, ഫൈസൽ ഉണ്ടായിരുന്നു, ടിപ്പ് ഉണ്ടായിരുന്നു, അഷറഫ് ഉണ്ടായിരുന്നു, അനിൽകുമാർ ഉണ്ടായിരുന്നു, സംസു ഇപ്പോൾ അറബി ഭാഷയാണ്. ഞങ്ങളൊരു കോമഡി സ്കിറ്റൊക്കെ ഉണ്ടാക്കും. ഞാൻ തന്നെയാണ് കൂടുതലായാലും കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് ഇതുവരെ അഭിനയിക്കാത്ത ഭാഗേഷായാലും ഫൈസലായാലും സംസാരം ഒന്നും അഭിനയിച്ചിട്ടല്ലേ ജീവിതത്തിൽ. പക്ഷെ ഞാൻ അവരെ കൊണ്ടൊക്കെ അഭിനയിപ്പിച്ചിട്ട് ക്ലബിൻ്റെ വാർഷികങ്ങൾക്ക് ഞങ്ങളെ വിളിക്കും. ഞങ്ങൾ പോയിട്ട് നല്ല നല്ല പരിപാടിയായിട്ട് ഞങ്ങൾ ചെയ്യും. അപ്പോൾ ഒരുപാട് പരിപാടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.
ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുളൂർ മാഷടുത്ത് എത്തിപ്പെടുന്നത്. ജയപ്രകാശ് കുളൂർ, കോഴിക്കോടുള്ള നാടകക്കാരൻ, മലയാള നാടക ചരിത്രത്തിൽ തന്നെ ഒരു മഹാനായ എഴുത്തുകാരനാണ്, സംവിധായകനാണ്, സിനിമയിലൊക്കെ വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പോകാറൊന്നുമില്ല, സിനിമയ്ക്കൊന്നും അങ്ങനെ പോകാറൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് അവിടെ എത്തിപ്പെട്ടതിന് ശേഷമാണ് ഈ കോമഡിയിൽ നിന്ന് വിട്ടിട്ട് സീരിയസ് ആയിട്ടുള്ള നാടകങ്ങളിലേക്ക് വന്നത്. അപ്പോൾ അത് ചെയ്ത സമയത്ത് എനിക്ക് കോമഡി എന്നിട്ടും ഉള്ളിൽ നിന്ന് പോകുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഞാൻ ഈ എന്താണ് കോമഡി ഫെസ്റ്റിവൽ എന്നൊരു ഷോ ഉണ്ടായിരുന്നു മഴവിൽ മനോരമയിൽ. അതിലൊക്കെ പോയിണ്ടായിരുന്നു ഞാൻ. 4 എപ്പിസോഡിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ സക്സസ് ആകാൻ പറ്റില്ല. എനിക്ക് ടീമില്ല, എല്ലാവർക്കും ടീമുണ്ട്, എനിക്ക് മാത്രം ടീമില്ല. അവിടെ എത്തിയതിനു ശേഷം ഓരോരുത്തരാളെ കൂടി ടീം ഉണ്ടാക്കിയതാണ്. അപ്പോൾ മറ്റുള്ളവരൊക്കെ തന്നെ ഒരുപാട് ചെയ്ത സ്കിറ്റുകൾ തന്നെ അവിടെ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കത് പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് പിടിച്ചു നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം നാടകത്തിനേക്കാളും കൂടുതൽ കാണുന്നത് കോമഡി സ്കിറ്റുകളാണ് കാണുന്നത്. ടി വിയിലുള്ള എല്ലാ ചാനലും കോമഡി സ്കിറ്റുകളും ഞാൻ കാണിക്കും. ഭയങ്കര ഇഷ്ടമാണ്. ഉല്ലാസ് പന്തളായാലും വിനു അടിമാലി ആയാലും സുമേഷ് ആയാലും എത്രയോ ആക്ടേഴ്സ് ഇതിലുള്ള. മിമിക്രി അപ്പം അങ്ങനെയാണെങ്കിൽ മിമിക്രി ഇല്ല, പക്ഷെ കോമഡി സീൻസ് ഒക്കെ സ്കിറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യും ഞാൻ. ഇപ്പൊ ഈ 1001 നാടകങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അതെന്താണ് സംഭവം? ഒറ്റയ്ക്ക് ചെയ്യാന്ന് പറയുമ്പോൾ അതൊക്കെ കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു അത്ഭുതം പോലെ തോന്നി. ഒരു നാടകം ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യും. അത് എനിക്കൊന്നും അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല, എപ്പോഴും ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പക്ഷെ ഇപ്പം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കുറവാണെന്നുള്ളൂ. നാടകം ചെയ്യാൻ അവസരമില്ല. അതായത് ഒരു അമേച്ചർ നാടകങ്ങളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ വെച്ചാൽ ഭയങ്കര ചിലവാണ്, ഭാരിച്ച ചിലവാണ്. പിന്നെ ഒരു ടീം വർക്ക് ഭയങ്കരമാണ്. 10-30 ആളുകളോളം വേണം. 10-20 ആൾക്കാർ ആർട്ടിസ്റ്റ് ആണെങ്കിലും 15 ആൾക്കാർ ആർട്ടിസ്റ്റ് ആണെങ്കിലും പിന്നിൽ 10-15 ആളുകൾ വേണം. അതിൻ്റെ ആർട്ടായാലും മ്യൂസിക് ആയാലും സെറ്റ് എല്ലാത്തിനും പിന്നിലെ ആളുകളാണ്. ഇതൊരു 10-15 ദിവസം 30 ദിവസം റിഹേഴ്സൽ കഴിഞ്ഞവർക്ക് ഭാരിച്ച ചിലവുകളും ഉണ്ട്. നാടകക്കാർക്ക് പൊതുവെ പൈസേൻ്റെ ബുദ്ധിമുട്ടുകൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നാടകം ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ക്ഷീണിക്കും. അപ്പം നമ്മൾ അങ്ങനത്തെ സംഗീത നാടക അക്കാദമി മത്സരത്തിന് പോകുകയാണെന്ന് വെച്ചാൽ കുറച്ച് പൈസയൊക്കെ തരും. പിന്നെ അത് അധികം കൂടുതൽ കളിച്ചില്ലെങ്കിൽ അതിൻ്റെ ആയിട്ട് ഇതുണ്ടാവില്ല. അങ്ങനെയാണ് ഒറ്റയ്ക്കുള്ള നാടകങ്ങളിലേക്ക് ഇറങ്ങണത്. ആ ഒറ്റയ്ക്കുള്ള നാടകം അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എവിടെ പോയി കളിക്കും? അത് ഭയങ്കര ചാലഞ്ചിങ് ആണല്ലോ. അങ്ങനെയാണ് വീടുകളിൽ പോയി കളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവിടെ വേദിയായാലും നമുക്ക് ആ വീട്ടുകാരെ മുഴുവൻ കാണിക്കാം, വീട്ടിൻ്റെ ചുറ്റുവട്ടത്തുള്ളവരെയും ക്ഷണിക്കാം, അങ്ങനെ അവർക്ക് കാണിക്കാം. അവർ 10-25 ആൾക്കാർ എൻ്റെ നാടകം കണ്ടില്ലേ, അത് മതി എനിക്ക്. അപ്പൊ അതൊന്നും ഒരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ഒരാൾ തന്നെയാവും. എന്നിട്ട് അത് കാണണം, കാണണം. അപ്പൊ ഈ കൂടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ഇന്ററാക്ട് ചെയ്യിപ്പിക്കും. അത് ചെയ്യണ്ടോ? അവിടെ കാണുന്ന ആളുകളെ നമ്മൾ പങ്കെടുപ്പിക്കും, അറിയാതെ കഥാപാത്രങ്ങളാക്കിയിട്ട് പങ്കെടുപ്പിക്കും. അപ്പൊ ഈ കഥാപാത്രങ്ങളാക്കി പങ്കെടുപ്പിക്കുമ്പോൾ നമ്മുടെ കഥയുടെ ഇത് മാറിക്കൊണ്ട് വരുമോ? ഇല്ല, നമുക്കറിയാം എങ്ങനെ പോകുന്നത് നമുക്കറിയാം. ക്ലൈമാക്സ് ഒക്കെ എല്ലായിടത്തും സെയിം ആയിരിക്കും? അല്ലല്ല, വ്യത്യാസം ഉണ്ടാവും. അതാ ഞാൻ ചോദിച്ചത്. അത് വ്യത്യാസം ഉണ്ടാക്കാറുണ്ട്. കാരണം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായാൽ മതി. എവിടെ കളിക്കുമ്പോഴും അതിന് കുറച്ച് നമ്മൾ ലീഡ് ചെയ്യുന്നത് നമുക്ക് തന്നെ അറിയാം. ഇങ്ങനെ ഈ ഇതിലാണ് ലീഡ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ ഡൈവേർട്ട് ചെയ്യാറൊക്കെ ഉണ്ട്. ഓഡിയൻസിൻ്റെ അടുത്തുള്ള പ്രതികരണങ്ങൾ ഇതാവുന്നത് അനുസരിച്ചിട്ടാണ് അടുത്ത സീൻ വരേണ്ടത്. അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ നമ്മുടെ കഥേനെ മാറ്റം വരുത്തും, സ്പോട്ടിൽ വ്യത്യാസങ്ങൾ വരുത്തും. അത് ഭയങ്കര കഴിവാണ്. പെട്ടുപോയതുകൊണ്ട് ഞാൻ എന്താ ചെയ്യും? അത് എന്തായിരുന്നു? അത് കല്യാണം നടത്തണം, പെങ്ങളുടെ ഒരു കല്യാണം നടത്തണം. പെങ്ങളുടെ കല്യാണം നടത്തണം എന്താണെന്ന് വെച്ചാൽ അധികം ആൾക്കാരും നടത്തണം എന്നറിയും. അപ്പൊ നടത്തണം എന്ന് പറഞ്ഞാലാണ് എന്ത് ചെയ്യുക, കല്യാണം നടത്തുക. അപ്പൊ സീൻ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എല്ലാവരും അഭിപ്രായ പ്രകാരം ഞാൻ നടത്താൻ പോവുക. അപ്പൊ ഭൂരിപക്ഷം ആൾക്കാർ കൈ വെക്കാൻ വരുമ്പോൾ ഭൂരിപക്ഷം ആൾക്കാർ കൈ വെക്കൂല. അപ്പൊ എന്റെ ഡയലോഗ് എന്താ വെച്ചാല്, ഭൂരിപക്ഷം ആളുടെ അഭിപ്രായ പ്രകാരം എന്റെ ചേച്ചിയുടെ കല്യാണം നടത്താൻ പോവുക. അപ്പൊ നോക്കിയാൽ ഭൂരിപക്ഷം ആളില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണോ? കല്യാണം നടത്താൻ പറ്റില്ലല്ലോ. അപ്പൊ നടാൻ നിന്നില്ലേ? എന്നാലും ഇത്ര ആളുകളൊക്കെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഇവർക്കും ആഗ്രഹമില്ലേ? ഇവരാഗ്രഹത്തിന് ഞാൻ എന്റെ പെങ്ങളെ കല്യാണം നടത്താം. സൂര്യ ഫെസ്റ്റിവലിലൊക്കെ കളിച്ചിട്ടുണ്ട്. അതൊക്കെ കളിച്ചിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവങ്ങളിലൊന്നാണ്. കാരണം ഒരു നാടകം പോരാ. സൂര്യ ഫെസ്റ്റിവലിൽ ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല 10 നാടകങ്ങൾ 10 ദിവസം കളിക്കുമ്പോൾ ഈ 10 നാടകങ്ങൾ കളിക്കുന്നതിന് മുന്നേ 15 മിനിറ്റിന്റെ ഒരു ലഘുനാടകം കളിക്കുന്നുണ്ട്. 15 മിനിറ്റ് ആയാലും അരമണിക്കൂറായാലും ഒരു സബ്ജക്റ്റ് ഉണ്ടാക്കിയാൽ റിഹേഴ്സ് ചെയ്ത് ഓക്കെ ആണെന്ന് വരുത്തണ്ടേ? ഒരു നാടകം അങ്ങനെ ഉണ്ടാക്കി വരാൻ എന്തായാലും 1 ആഴ്ച 2 ആഴ്ച പിടിക്കും. അപ്പോൾ 10 നാടകങ്ങൾ കളിക്കുന്ന ഒരു 12-13 നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഇത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമില്ലേ? അങ്ങനെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് എല്ലാ രീതിയിലുള്ള എന്താ പറയുക, എല്ലാവരും ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടൊക്കെയാണ് ആ നാടകങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷെ അവിടെ മുതൽ ഞാൻ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം തിരുവനന്തപുരത്തേക്ക് നാടകം ഏറ്റു പോകുന്നത്. വീടുകളിൽ പോയി കളിച്ചുകൊണ്ടിരുന്ന ആള്
നാട്ടുമ്പുറത്തുള്ള ഇപ്പം ഞാൻ നിങ്ങളെ വീട്ടിൽ കളിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ വീട്ടിലെ ആളുകളും ചുറ്റുവട്ടത്തുള്ള ആളുകളും കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ പറയും ഞങ്ങളെ ചെറിയ ക്ലബിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളെ റെസിഡൻഷ്യലിൻ്റെ ഒരു പരിപാടി ഉണ്ട്, അന്ന് നിങ്ങൾ വന്ന് കളിച്ച നാടകം ഒന്നുകൂടെ വന്ന് കളിക്കുമെന്ന് ചോദിക്കും. അപ്പം അന്ന് കൂടുതൽ ആളുകളുണ്ടാവും. അപ്പം എനിക്കൊരു പ്രൊമോഷനായി. അപ്പോൾ അതിലൂടെ കളിച്ച് നമ്മൾ കേരളത്തിൽ ഇങ്ങനെ കളിച്ച് ധൈര്യം വന്നു കഴിഞ്ഞപ്പോഴാണ് തിരുവനന്തപുരത്ത് നിന്ന് സൂര്യ കൃഷ്ണമൂർത്തി വിളിക്കണതും ഒരു മാഷ വിളിക്കണതും 10 ദിവസം 10 പിള്ളേരെ കളിക്കാൻ പറ്റുമെന്ന്. മാഷ ഏറ്റെടുത്തില്ല. മാഷ എന്നോട് ഇങ്ങനെ വിവരം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ 10 നാടകമായിട്ട് ഞാൻ വിനോദുണ്ട്, കാലടിയിലുള്ള അധ്യാപകനാണ്, മഞ്ജുളൻ ഉണ്ടായിരുന്നു, പിന്നെ സുരേഷ് തോലിൽ ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ നിന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് 10 ദിവസം 10 പ്ലേ കളിച്ചു. അന്ന് ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അവിടെ പല സിനിമാക്കാർ നാടകം കാണാം. അതിൻ്റെ നാടകമൊക്കെ ആദ്യമായിട്ട് സിനിമാക്കാർ കാണുമ്പോൾ അവർ നാടകം കഴിഞ്ഞിട്ട് നമ്മളെ വേദിക്ക് പിന്നിൽ വന്നിട്ട് നമ്മൾക്ക് തരുന്നൊരു അംഗീകാരങ്ങളുണ്ടല്ലോ, അവിടെ തുടങ്ങി ചെറിയ സിനിമാ മോഹമൊക്കെ. ആദ്യത്തെ ദിവസം വന്നത് നെടുമുടി വാണിച്ചേട്ടനായിരുന്നു. എന്താണ് അമ്മയെ ഉണ്ണിയേട്ടൻ ഇങ്ങനെ നടന്ന രസകരമായൊരു നാടകമുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അവർ ആദ്യ രാത്രി മുതലുള്ളത് ആ സംഭവം. അത് കഴിഞ്ഞ് വന്ന് നാടകം കഴിയലും ഈ കർട്ടൻ അങ്ങനെ പൊങ്കിട്ട് തലവിട്ട് നോക്കിയപ്പോൾ ഞങ്ങൾ ഉള്ളിലല്ലേ. അപ്പൊ നെടുമുടി വാണിച്ചേട്ടൻ, ഞാനും അതിൽ അഭിനയിച്ച വിനോദ് അറിയായിരുന്നു പുള്ളിരുന്ന് കാണുന്നില്ല. ഞങ്ങൾക്ക് വേദിയിൽ ആരെല്ലാം ഒന്നും അറിയില്ല. ഞങ്ങൾ ഇതിലുണ്ട്. ഭയങ്കര സർപ്രൈസ്. അത് ഭയങ്കരതായി. അന്ന് രാത്രി ഞങ്ങൾ ഒരുപാട് നേരം ഇരുന്ന് പിറ്റേ സേതോടാൻ ചെയ്യും. കുളിർമാഷറിനെ കൂടി കുളിർമാഷർ എൻ്റെ ഒറ്റയ്ക്കുള്ള വെളിച്ചെണ്ണ എന്ന നാടകം ചെയ്യാം. ഞാൻ 1001 കളിച്ചില്ലേ, അത് കളിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി. അയ്യോ ഇത്രയും വലിയ ഓഡിയൻസിലൊക്കെ അത് കളിക്കുമ്പോൾ കിട്ടില്ല മാഷാറിന്. എടാ കളിക്കുന്ന പറഞ്ഞു. രാവിലെ തന്നെ പോയി മുടിയൊക്കെ കുറ്റിയൊക്കെ വെട്ടിച്ച് പിന്നെ ആ രാവിലെ മുതൽ 6:30 7 മണിക്കായിരുന്നു ഫസ്റ്റ് നാടകം. കറക്റ്റ് ടൈമിനായിരിക്കും. അത്രയും നേരം ഞാനിങ്ങനെ അതിൻ്റെ ചിന്തയിൽ തന്നെ ഇരിക്കുക. അന്നത്തെ ദിവസം നാടകം കളിച്ച് അതിൻ്റെ ക്ലൈമാക്സ് കഴിഞ്ഞ് ആ സ്റ്റേജിൻ്റെ ബാഗ് പോയിട്ട് ഇങ്ങനെ കരയാണ്. കയ്യിൽ നിന്ന് പോകും ചില ക്യാരക്ടർ ഇങ്ങനെ കരയുന്ന സമയത്ത് കുളിർമാഷ് ഓടി വന്ന് അന്നൊന്ന് കാണാൻ ഒരാൾ വന്നിട്ട് പറഞ്ഞു. അപ്പം ഞാൻ പോയിക്കുമ്പോൾ ഷാജി കൈലാസ് സാറായിരുന്നു. അത് സാറിൻ്റെ കൂടെ സുരേഷ് കുമാർ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാളും നിൽക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ വയറത്തുണ്ട്, ക്യാരക്ടർ പോയിട്ടില്ല, അത് പോയില്ല. അപ്പോൾ എന്നോട് ചോദിച്ച് സുരേഷ് കുമാർ സാർ ചോദിച്ചു, നമ്മളന്ന് ആനയിലും ഇവരൊക്കെ നന്നായിട്ട് കാണുന്നതല്ലേ. സുരേഷ് കുമാർ പറഞ്ഞു ഇത് ആരാന്നറിയാന്ന് ചോദിച്ചു. നമ്മൾ ഷാജി കൈലാസ് സാറാണ്, എനിക്കറിയാം, ഒരുപാട് സിനിമകൾ കാണുന്നില്ലേ. അപ്പോൾ ഷാജി കൈലാസ് സാറിനോടാ നിൻ്റെ അഭിനയം എങ്ങനെയായിരുന്നടാന്ന് പറഞ്ഞു. അപ്പം തന്നെ രണ്ടാമത്തെ ദിവസം ഭയങ്കര കോൺഫിഡൻസ് ആയി. പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ നാടകങ്ങൾ ഇങ്ങനെ കളിക്കാൻ തുടങ്ങി. ഞാൻ, മഞ്ജുളൻ, വിനോദ് ഇങ്ങനെ കളിച്ച് 10 ദിവസം നാടകം കളിച്ചു. പിന്നെ നമുക്ക് ഒരു എന്താ പറയുക നാടകക്കാരെന്നുള്ളൊരു ലേബൽ വന്ന്. ഞാൻ ഒരിക്കലും ഒരു നാടകക്കാരനാണെന്ന് ആരോടും പറയില്ല. എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ തന്നെ എന്തെങ്കിലും ബിസിനസ്സാന്നേ പറയുള്ളൂ. കാരണം ഞാൻ സമൂഹത്തിനോട് ഞാൻ കലാകാരനെന്ന് പറയാതെ സമൂഹം എന്നെ ചൂണ്ടിക്കെട്ടുന്ന കലാകാരനെന്ന് പറയണ്ടേ. പല ആളുകളുണ്ടല്ലോ എന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ നാടകം ചെയ്യുന്നുണ്ട്, ആ നാടകമായിട്ട് ആരും കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് ഫാത്തിമ വന്നോട് കൂടിയിട്ട് ചേട്ടൻ എല്ലാവരും അറിയപ്പെട്ടു. അതെ അല്ലേ? നാടകത്തിനാണെങ്കിൽ അത്ര അംഗീകാരം കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും കിട്ടിയിട്ടില്ല. അതൊരു സത്യം പറഞ്ഞാൽ വല്ലാത്ത വിഷമമുള്ളൊരു കാര്യമല്ലേ? വിഷമമുള്ള കാര്യമാണ്. കാരണം എന്നാലും 10-25 വർഷത്തോളം നാടകങ്ങൾ കളിച്ച് കിടന്നിട്ടും ഈ ഒറ്റയ്ക്കുള്ള നാടകങ്ങൾ വീട് പോയി കളിച്ചിട്ടും നമുക്ക് അംഗീകാരങ്ങളൊന്നും കിട്ടാതെ സിനിമയിലൂടെ ഇത്രത്തോളം ആളുകളിൽ പബ്ലിസിറ്റി കിട്ടുകയാണ്. എല്ലാ മലയാളികളും കാണുന്നുണ്ട് നാടകം. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയക്ക് അതൊരു വലിയ പങ്കുണ്ട് തോന്നുന്നു. അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ അത്രത്തോളം ഇതല്ല. കാരണം ഇന്നല്ലേ സോഷ്യൽ മീഡിയ അങ്ങനെ ഉള്ളത്. എന്നാലും നാടകങ്ങൾ കളിച്ചിട്ട് നമുക്ക് എന്താ പറയാ, അഭിനയം രണ്ടും ഒന്നാണല്ലോ. അഭിനയം രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഒരു സെൽഫി എടുക്കുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞ് കാണിച്ചു കൊടുക്കാൻ കണ്ണും ഉണ്ടാവും അല്ലേ? പക്ഷെ അത് അത്രതാണ് സിനിമയൊക്കെ ചെയ്യുന്ന സമയത്ത്. നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പോലും അതിൽ കാണാൻ പറ്റും. പക്ഷെ നാടകത്തിൽ ഇങ്ങനെ അല്ല, അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. നാടകത്തിലുള്ള പ്രശ്നം ഇതാണ്, നമുക്ക് സ്പോട്ടിൽ റിയാക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കും. എന്ത് സുഖം ഇപ്പോൾ കളിക്കാൻ. സ്പോട്ടിൽ റിയാക്ഷൻ കിട്ടുമ്പോൾ അവർ ചിരിയായാലും മറ്റേതായാലും ഒക്കെ നമുക്ക് മുഖത്തേക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഒരേ സമയം തന്നെ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവരുടെ റിയാക്ഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇംപ്രൂവൈസേഷൻ അപ്പം തന്നെ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അടുത്ത ഷേ കളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഇന്ന സ്ഥലത്ത് ഒന്ന് പിടിക്കണം, ഇന്ന സ്ഥലത്ത് ഒന്ന് പിടിക്കണ്ട എന്നൊക്കെ മനസ്സിലാവും. ഈ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് പോയപ്പോൾ ഉള്ള ഒരു വ്യത്യാസം എന്തായിരുന്നു? കാരണം അത് എന്ന് പറയുമ്പം നിങ്ങൾ മാത്രം കുറച്ച് പേരല്ലേ ഉള്ളൂ. ഇത് പറഞ്ഞാൽ വലിയ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും. പിന്നെ അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വരുമ്പോൾ നമ്മളെ ക്യാരക്ടർ കുറച്ച് മാറി നിന്നിട്ട് പിന്നെ അടുത്തതാണല്ലോ ഈ സിനിമയിൽ ചെയ്യണത്. സിനിമ കാണുമ്പോൾ മറ്റു ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ആവാണ്. അപ്പൊ ഇടയ്ക്ക് വരണ ബ്രേക്ക് ഒക്കെ വരുമ്പോൾ അതിന്റെ വ്യത്യാസങ്ങൾ എന്താണ്? അത് ഭയങ്കരമാണ്. സിനിമ കാണുമ്പോഴേ അറിയുള്ളൂ. കാരണം വെച്ചാൽ ഇതിന്റെ കണ്ടിന്യൂറ്റിയാണ് ഇത് വന്നതെന്നുള്ള ചിലപ്പോൾ കറക്റ്റ് മനസ്സിലാവില്ല. അതിന്റെ ഇമോഷൻ പിടിക്കണ്ടേ. ഇപ്പൊ ഞാൻ
ഫാൻ ഇട്ട് കഴിഞ്ഞിട്ട് കണ്ടില്ല ഷർട്ട് അയക്കുന്ന സമയത്ത് അപ്പം ഞാൻ പറയും ഫാൻ ഇടുന്ന് പറയും എന്തെങ്കിലും ഇട്ടൂടെ നിൽക്കും. അപ്പൊ ഞാൻ അങ്ങനെ ഇതാക്കിയിട്ട് നോട്ടണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വ്യത്യാസമാണ് പോയിട്ട് ഫാസിൽ പറയണത് ഇതിന്റെ കണ്ടിന്യൂറ്റി ആണെന്ന്. അതിന്റെ കണ്ടിന്യൂറ്റി ആണ്. അപ്പൊ അവിടെ പോയിട്ട് ചോദിക്കണത് ഈ ഫെമിനിറ്റിയാ. അപ്പൊ എങ്ങനെ ഫെമിനിസ്റ്റ് ആണെന്ന് ചോദിക്കണം എനിക്കറിയാം. മീൻസ് ആദ്യം തന്നെ ഫെമിനിസ്റ്റ്. അപ്പം ഡേ ഫാത്തിമ ഈ ഫെമിനിറ്റിയാ അങ്ങനെ ചോദിക്കണോ? ഫാത്തിമ ജി ഫെമിനിറ്റിയല്ലേ? ഫാത്തിമ ഈ ഫെമിനിറ്റിയാ ഇതേത് പിടിക്കണമെന്നുള്ള നമ്മൾ തീരുമാനിക്കണ്ടേ. അതേപോലെ മറ്റേ കേറ്ററിംഗ് ആ സിനിമ അത് നല്ല അത് ത്രൂ ഔട്ട് കോമഡി ആയിരുന്നു. പക്ഷെ കോമഡി ആണെന്ന് എനിക്കറിയില്ല. ശ്രീധന്യ കാറ്ററിംഗ് സർവീസ് കോമഡി ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നത്. പക്ഷെ വെറുതെ ജീവിച്ച് അല്ലെങ്കിൽ അഭിനയിക്കാൻ തോന്നാത്ത രീതിയിൽ അങ്ങോട്ട് സംസാരിച്ച് പോയോണ്ടായിരിക്കും അത് കോമഡി. ആ കഥ മുഴുവൻ പറയുന്നത് ഫോണിൽ വിളിച്ചിട്ടാ പറഞ്ഞു എന്നോട്. എന്നിട്ട് പറഞ്ഞു ഇതിൽ കോഴിക്കോട് നിന്ന് വരുന്നൊരു അളിയനുണ്ട്, അതാണ് നിങ്ങൾ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാം, സന്തോഷമായില്ലേ ചെയ്യാം. അദ്ദേഹത്തെ പോലുള്ളൊരു ഡയറക്ടർ വിളിച്ച് നമ്മളോട് കഥ പറയുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ഇതല്ല. ഞാൻ നേരെ വിട്ട് എന്നോട് പറഞ്ഞു ഈരാറ്റുപേട്ട എത്തി കഥ വീണ്ടും പറഞ്ഞു തന്നു. നേരിട്ട് സംസാരിച്ച് പിന്നെ പോയി അടുത്ത ഷൂട്ടിനാ. പിന്നെ അതേപോലെ തന്നെ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് സംഭവം. അത് ഒരു ബർത്ത്ഡേ പാർട്ടിക്കുള്ള ബിരിയാണി. അതെ അത് ലാസ്റ്റ് ക്ലൈമാക്സ് ഉണ്ട്, ബിരിയാണി കൊളാവണ അതിൽ അരി വേവാണ്ട് വെള്ളമൊഴിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള. അതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ നടക്കണ പോലെ തന്നെ ഒരു ഫീൽ അഭിനയിക്കാന്ന് തോന്നാത്ത ക്യാരക്ടർ. അതെ അത് ഇതുവരെ കുറെ പുതുമുഖങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ പ്രശാന്ത് മുരളി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു സിനിമയായിരുന്നു ഫ്രീഡം ഫൈറ്റ് എന്നിട്ട് കുഞ്ഞിലാ മസ്ലാനി ചെയ്തിട്ടുള്ള അസംഘടിതർ എന്നിട്ട് കോഴിക്കോടിലെ മിഠായി തെരുവിലെ സെയിൽസ് ഗേൾസിന്റെ ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അവർക്ക് മൂത്രമൊഴിക്കാൻ പോലും പോകാൻ അവിടുന്ന് പറ്റില്ല, ഇല്ല ബാത്റൂം ഇല്ല. അതിന്റെ ഒരു കഥയുണ്ടായിരുന്നു. അതും ഗംഭീര സിനിമയാണ്. ഞാൻ അഭിനയിച്ചതിലൊക്കെ വലിയൊരു മെസ്സേജ് അത് OTT ഇപ്പോഴും ഉണ്ടത്. പുതിയ ലേറ്റസ്റ്റ് ഇപ്പം ഫെമിനിസ്റ്റ് കഴിഞ്ഞിട്ടുള്ള വന്ന കോൾസുകളൊക്കെ കുറെ ഒരു 4-5 ഷൂട്ട് കഴിഞ്ഞതുണ്ട്. ഇപ്പം നടക്കുന്നത് നിവിൻ പോളിയുടെ ഒരു സിനിമയാണ്, വി ഉണ്ണികൃഷ്ണൻ സാറ് സംവിധാനം ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പുതു സംവിധായകൻ ഒരു യതീന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ സിനിമ ഒറ്റപ്പാലത്താണത്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ്. പിന്നെ ഇപ്പം ഷൂട്ട് കഴിഞ്ഞത് MA നിഷാദ് സാറിൻ്റെ ലർക്ക് എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ട് കഴിഞ്ഞു. അത് ഇവിടെയായിരുന്നു, നമ്മുടെ കുട്ടിക്കാനം വഴിക്കായിരുന്നു. പിന്നെ ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്ന സിനിമ ഷൂട്ട് കഴിഞ്ഞതുണ്ട്. അതെ 3 തന്നെ ഇപ്പോൾ കഴിഞ്ഞത്. ഇപ്പോൾ 4ാമത്തെ ഷൂട്ട് നടക്കണ ഇനി അടുത്ത് വന്നു കൂടെ ഉണ്ട്. ഇപ്പോൾ ഒരു സിനിമ കളിക്കുന്നുണ്ട്, കനോലി ബാൻഡ് സെറ്റ്. 86-കളിലെ ഒരു 86-ലൊക്കെ ഈ ബാൻഡ് സെറ്റ് ടീം ഉണ്ടല്ലോ, ജയനൊക്കെ കാലത്ത് ആ സാഹചര്യത്തിലൊരു ബാൻഡ് സെറ്റിന്റെ കഥയാണ്. അപ്പൊ തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. അതും ഞങ്ങളെ പോലുള്ള പുതുമുഖങ്ങളിലാണ് അധികം ഉള്ളത്. ഏതൊക്കെ തരം സിനിമകൾ കാണാനാണ് പണ്ട് കുട്ടിക്കാലത്തൊക്കെ? കോമഡിയാണ് അധികം. എനിക്ക് ലാൽ സാറിന്റെ പടം ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂട്ടി സാറിന്റെ പടം ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂട്ടി സാറിന്റെ പടമൊക്കെ തനിയാവർത്തനൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഇപ്പോഴും ഞാൻ മുഴുവൻ കാണൂല ആ സിനിമ. അതിലുണ്ടൊരു പണിക്കര് വന്നിട്ട് പ്രശ്നം വെച്ചിട്ട് ഇങ്ങനെ ചായപ്പൊടി തിന്നത് ഇങ്ങനെ ആക്കുക. എവിടെ പോയത്? ബാലമാഷ കൊണ്ടുപോയത്. അറിയില്ലേ സംഭവം എന്ന് പറഞ്ഞാൽ. പിന്നെ അങ്ങനത്തെ ഇപ്പൊ കോമഡി ചെയ്യാനാണോ കൂടുതൽ ആഗ്രഹം സിനിമയില്? കോമഡി മീൻസ് ഇതിപ്പം ഇത് കണ്ടല്ലോ നമ്മുടെ ഫെമിനിറ്റി, അത് ഞാൻ കോമഡിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല പക്ഷെ അത് പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. പക്ഷെ അത് കലർത്തിയിട്ടുള്ള. അതെ ഇതിൽ തന്നെ ഞങ്ങൾ ഒരുപാട് സീനുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1.5 മണിക്കൂർ സിനിമയെ ഉള്ളു ഇപ്പൊ. ഇനി എന്തായാലും ഒരു 1/4 മണിക്കൂർ സാധനം, നല്ല സാധനങ്ങളുണ്ട്, നല്ല തമാശ ഉള്ളതും അങ്ങനെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫാസിൽ മാറ്റി വെച്ചു, അതൊന്നും വേണ്ട പറഞ്ഞു. കാരണം ചിരിയായിരിക്കും, പക്ഷെ കോമഡിക്കിടയിൽ കോമഡി ഒന്നും ചെയ്തിട്ടില്ല. പല സീനുകളും ഞാൻ ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ക്യാമറ ഭയങ്കര ചിരിയായിരിക്കുക. ഞാൻ ഈ സിനിമ കണ്ട ഓർമ്മിക്കേണ്ട അത് ഞാനിങ്ങനെ ജപിച്ച് ഊതി കൊടുക്കുന്ന ആളാണല്ലോ. എൻ്റെ സ്വഭാവം മാറാൻ വേണ്ടിയിട്ട് എൻ്റെ ഭാര്യ ഫാത്തിമ വേറെ ഒരാളടുത്ത് പോയിട്ട് ഊതി കൊണ്ടുവന്ന് എനിക്ക് ആ വെള്ളം ഞാൻ വെള്ളം ചോദിക്കുമല്ലോ, വെള്ളം അവിടെ കൊണ്ടുവെക്കും. അപ്പം ഞാനിത് ഇങ്ങനെ കുടിക്കുമ്പോൾ ഇങ്ങനെ നോക്കിക്കണ്ട് നോക്കി ഞാൻ വെള്ളം കുടിച്ച് എന്നോട് വെള്ളം ഇങ്ങനെ കുടിച്ചിട്ട് ഉടച്ചാൽ മതി. അപ്പം ഞാൻ വെള്ളം കുടിച്ചിട്ട് ഇതാക്കി. അതിൽ ഫാത്തിമ അവിടെ നിന്ന് ഇങ്ങനെ നോക്കി പേടിച്ച് ഫാത്തിമ അല്ല എന്തെങ്കിലും ആയോ എന്നുള്ളതിൽ അവിടെ ഭയങ്കര ചിരിയായിരുന്നു. ആ സീൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ 1001 വീടുകൾ എന്ന് പറഞ്ഞല്ലോ, അതിൽ സിനിമാക്കാരുടെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു. മമ്മൂക്കയുടെ വീട്ടിലെ വന്നു ലാസ്റ്റ് പോയത്? ഇല്ല, ലാൽ സാറിന് മുന്നിൽ നാടൻ കളിച്ചു എന്നുള്ളൂ. അതായത് ഒരു ലൊക്കേഷനിൽ ലാൽ സാറിനെ കാണാൻ വേണ്ടിയിട്ട് ആ ലൊക്കേഷനിൽ പോയിട്ട് ഒറ്റപ്പാലത്ത് പോയിട്ട് ഷൂട്ടിങ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി 3:30 ഷൂട്ടിങ് നിർത്തി വെച്ചിട്ട് അവിടെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ആ സ്റ്റേജിൽ ഞാൻ ലാൽ സാറിന് വേണ്ടി നാടകം കളിച്ചു.
ലാൽ സാറിന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ലാൽ സാറിനെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതും. പിന്നെ ലാൽ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞാലി മരക്കാർ അറബിക്കണ്ട സിംഹം ചെറിയ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒടിയിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലൊക്കേഷനിലൊക്കെ പോയി കാണിച്ചാൽ ലാൽ സാർ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിയും. കാരവാനൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ യാദൃശ്ചികമായിട്ട് നിന്നമാരെയൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ എന്താ മോനെ എന്നൊക്കെ ചോദിക്കും. അത് വലിയ സന്തോഷമാണ്. ഈ നാടകത്തിലുള്ള കുമാർ സുനിലും ജീവിതത്തിൽ ശരിക്കുള്ള കുമാർ സുനിൽ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ല, സുനിൽ കുമാർ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ വള്ളിക്കുന്നിൽ അയ്യപ്പൻ എന്ന ലീല എന്ന ദമ്പതികളുടെ ഒരു സാധാരണ പുത്രനാണ്. അയാൾ നാടകക്കാരനൊന്നുമല്ല. അയാൾ നാടകക്കാരനല്ലാത്തത് കൊണ്ട് ആ നാട്ടിൽ അങ്ങനെ എന്താ പറയുക ജനിച്ച് വളർന്ന് ഒരു ജോലിയൊക്കെ സമ്പാദിച്ച്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് നവീൻ പരപ്പനങ്ങാടി, ഇപ്പം ഡെപ്യൂട്ടി തഹസിൽദാർ. അവരെന്നെ ഒരു നല്ലൊരു ജോലിയാക്കാനോ നല്ലൊരു ബിസിനസ്സുകാരനാക്കാനൊക്കെ ഒരുപാട് എന്നെ സഹായിക്കും. എൻ്റെ പിന്നാലെ നടന്നിട്ട് എനിക്ക് പുസ്തകങ്ങളൊക്കെ കൊണ്ടുതരും. ഓരോ ദിവസത്തെ പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മൂപ്പരടുത്ത് ഞാൻ പറയും വേണം. മൂപ്പർ വിളിച്ച് ചോദിച്ചും കൊണ്ടിരിക്കും. എൻ്റെ ഒരു വിജയത്തിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ കുമാർ എന്ന് പറഞ്ഞ അയാൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല. കുമാർ എന്ന് പറഞ്ഞ നാടകക്കാരനല്ല മൂപ്പർ കാണുന്നത്. മൂപ്പർക്ക് ഒരു എപ്പോഴും സേഫ്റ്റി ആയിട്ട് ഞാൻ കാണണം. അതിനുവേണ്ടി മൂപ്പർ എന്തും ചെയ്യായിരുന്നു. പക്ഷേ ആ കുമാർ സുനിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കാണ് ബൈജു എന്ന് പറയുന്ന ആൾ. ഈ നവീൻ എന്ന് പറയുന്ന ആൾ തന്നെ ബ്രദർ തന്നെയാണ്. അതുപോലെ തന്നെ ഡോക്ടർ സജീഷ് എന്ന് പറയുന്ന എൻ്റെ ആത്മമിത്രമാണ്. അവരൊക്കെ തന്നെ സിനിമാക്കാരനും നാടകക്കാരനായിട്ടാണൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. കുമാർ സുനിലിനെയാണ് അവർ സപ്പോർട്ട് ചെയ്യുന്നത്. ചേട്ടൻ ഈ അഭിനയ പരിശീലനം ചെയ്യുന്നുണ്ടല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ അഭിനയത്തിൽ ആണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അഭിനയ പരിശീലനത്തിൽ അത്രത്തോളം ഞാൻ വിദഗ്ധനൊന്നുമല്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ കുളൂർ മാഷിൻ്റെ കൂടെ ഒരുപാട് വർഷം നടന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ ഞാൻ മറ്റുള്ള ക്യാമ്പുകളിലും കൂടി അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരാളടുത്ത് പഠിച്ചു, വേറൊരിടത്ത് പഠിച്ചു, വേറൊരിടത്ത് അങ്ങനെ ഒരുപാട് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളിലൊരു സാധനം ഉണ്ടാവും, നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഇത് അഭിനയം പഠിക്കാൻ വരുന്നവർ സ്വന്തം താല്പര്യത്തിന് വരുന്നവരുണ്ടായിരിക്കും. ചിലർക്ക് ആഗ്രഹത്തിന് വരും. ഉള്ളിൽ ആദ്യമേ കഴിവുണ്ടായിട്ട് എന്തെങ്കിലും ഇനിയും പഠിക്കണം എന്ന് വിചാരിച്ച് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കും ഓരോരുത്തരുടെ ഉള്ളിലുള്ള സാധനം എങ്ങനെയാണ് അത് പുറത്ത് കൊണ്ടുവരേണ്ടത്. നമ്മൾ പറയുന്ന സാധനം അവരെ കൊണ്ട് അതേമാതിരി ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാറില്ല, ഒരാളും ചെയ്യിപ്പിക്കില്ല. അവരുള്ളിലുള്ള സാധനം അവർക്ക് എങ്ങനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റും, അതിനെന്തൊക്കെ മാർഗ്ഗങ്ങൾ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണ് ഒരു അഭിനയ പരിശീലനം നന്നായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ 2-3 ദിവസത്തെ ക്യാമ്പ് കഴിയുമ്പോഴേക്കും അവർ ഒന്ന് ബ്രേക്കാവും. നമ്മൾ ഏത് രീതിയിൽ ഇയാളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കും. അല്ലാത്തവർക്ക് വേറെ രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ 2-3 ദിവസത്തെ ക്യാമ്പിലൊന്നും നടക്കുന്നില്ല. എന്നാൽ പോലും ആ 3 ദിവസം കൊണ്ട് വന്ന ആളുകൾക്ക് ഇനിയും ഇതിലേക്ക് എന്തൊക്കെ പഠിക്കേണ്ടതെന്ന നിലവിൽ അവരിതിലേക്ക് ഇങ്ങനെ ഇതായി അവർക്ക് കൂടുതൽ മനസ്സിലാക്കാം. അതെ, അത്രയേ ഉള്ളൂ നമ്മൾ ചെയ്തു കൊടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ സ്കൂൾ ഡ്രാമ ആയാലും മറ്റുള്ള കോഴ്സൊക്കെ ആയാലും 1 വർഷം 2 വർഷം 3 വർഷത്തെ കോഴ്സാണ്. അതാണ് നമ്മൾ 3 ദിവസം കൊണ്ടും എന്തോന്ന് ചെയ്ത് കൊടുക്കുന്നത്. ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുറച്ച് ടിപ്സ് ഒക്കെ എന്തായാലും കിട്ടുമല്ലോ. അതെ. ഈ ഇപ്പൊ വീണ്ടും നമുക്ക് ഈ ഒറ്റയ്ക്ക് ചെയ്യുന്ന നാടകത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഞാൻ അതിന്റെ മുന്നേ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, സുഗുണം ചെറുതാവും. അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. വലിയൊരു മെസ്സേജ് ആയിരുന്നു. സ്കൂൾ തുറക്കുന്ന സമയമായി കഴിഞ്ഞാൽ ഈ സാധനം ആരെങ്കിലും എടുത്തു കൊണ്ടുവരും. ഇപ്പം എന്തോ പ്രോബ്ലമൊക്കെ ആയിട്ട് എന്താ അവരത് അങ്ങനെ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ കാണാറില്ല. അപ്പോൾ അതിലൊരു സംഭവം ഉണ്ടായിരുന്നു. സ്വന്തം മകളുടെ പ്രോഗ്രസ് കാർഡ് വാങ്ങാൻ അച്ഛൻ സ്കൂളിലേക്ക് ചെല്ലണം. പക്ഷേ ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് മോൾക്കും അമ്മയ്ക്കും അച്ഛൻ സ്കൂളിൽ വരെ നാണക്കേടാണ്. പക്ഷെ അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ആ സ്കൂളിൽ അച്ഛൻ വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നത്. 2 കുട്ടികളെ സ്പോൺസർ ചെയ്തിട്ട്. അതെ. അതൊന്നും നോക്കാണെങ്കിൽ അയാൾ വേദിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. എന്താ വെച്ചാൽ ആ സ്കൂളിലേക്ക് ഈ അച്ഛനെ ക്ഷണിച്ചതാണ്. മകൾ അറിഞ്ഞിട്ടില്ല അച്ഛനെ ക്ഷണിച്ചത്. അപ്പം അയാൾ വേദിയിൽ ഒരുപാട് സന്തോഷം, എൻ്റെ പേര് സുഗുണെന്നാ, എന്ത് കണ്ടിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും ആ പേരിട്ടതെന്ന് എനിക്കറിയില്ല. ഞാനൊരു 2 വീലർ വർക്ക്ഷോപ്പായിരുന്നു. ചെറുപ്പം മുതലേ എൻ്റെ അച്ഛൻ മരിച്ച്, പിന്നെ എൻ്റെ അമ്മ ഈ 5 മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് പല വീടുകളും പണിക്ക് പോയി. പഠിക്കാൻ ഞാൻ നല്ല മിടുക്കനായിരുന്നു. പക്ഷെ എൻ്റെ അമ്മേൻ്റെ കഷ്ടപ്പാട് കാരണം ഞാൻ പിന്നെ പഠിപ്പ് നിർത്തി.
ഞാൻ അമ്മേൻ്റെ കൂടെ പണിക്ക് പോയി. ഞാൻ കല്യാണം കഴിച്ചത് വിദ്യാഭ്യാസമുള്ളൊരു പെണ്ണിനെയാണ്. എനിക്കൊരു പെൺകുട്ടിയുള്ളത്. അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവളെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടിയിട്ടാണ് ഈ സ്കൂളിലേക്ക് വരണ്ടെന്ന് എന്നോട് പറഞ്ഞ്. കാരണം ഞാനിട്ട ഷർട്ടും മുണ്ടുമൊക്കെ അവൾക്ക് പോരായ്മയാണ്. അവൾ പഠിച്ച് വലുതായപ്പോൾ ഞാനൊക്കെ വലിയ പോരായ്മയായി മാറി. എൻ്റെ മോളെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ അർഹതയില്ലാത്ത എനിക്ക് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യണ ജോലിയിൽ കിട്ടണ പൈസ കൂട്ടിച്ച് ഈ സ്കൂളിലെ 2 അനാഥ കുട്ടികളെ വളർത്തുന്നുണ്ട്. അവർ വിദ്യാഭ്യാസത്തിനും ഭക്ഷണത്തിനും വേണ്ടിയിട്ട്. സ്വന്തം മക്കൾ വേണ്ടെന്ന് വെച്ചാലും ആ കുട്ടിയൊക്കെ എന്നെ ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങൾ പഠിച്ച് വലുതായി ജോലിയൊക്കെ കിട്ടി കാശൊക്കെ സമ്പാദിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പൈസ അച്ഛൻ്റെ അടുത്ത് കൊണ്ടു തന്നിട്ട് കാണിക്കുന്നതല്ല പമ്പത്തരം. 4 ആളുടെ മുന്നിൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഇതാണ് എൻ്റെ അച്ഛൻ പറയാനുള്ള തൻ്റെ. അവിടെയാണ് അച്ഛന് മക്കളോടുള്ള സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ടാവുക. ഇത് ഇന്ന് വളർന്നു വരുന്ന കുട്ടികളുള്ള ഒരു അപേക്ഷ. അയ്യോ, ഇതാണ് അതിലുള്ളൊരു സാധനം. അടിപൊളി. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. ഞാൻ എൻ്റെ കണ്ണൊന്നും ഞാൻ കണ്ണിക്ക് നോക്കണില്ലായിരുന്നു കണ്ണെന്ന് അറിഞ്ഞ സമയത്ത്. ചിലർക്കിത് സ്കൂളത്തെ വിഷയമായിരിക്കില്ല. ചിലവരിപ്പം നമ്മളൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മളെ സ്നേഹിതന്മാർ വരുമ്പോൾ അച്ഛൻ മുറ്റത്തിരിക്കുമ്പോൾ വരുന്ന ആളുകൾ വലിയ കെറ്റപ്പിൽ വരുന്നുണ്ട്. അപ്പം ധാരാളം നോക്കുമ്പോൾ ചില മക്കൾക്ക് ഇത് അച്ഛനാന്ന് പറയാനുള്ള ഒരു മടി ഉണ്ടായിരിക്കും. ഓരോ സ്ഥലത്തും അങ്ങനെ ആയിരിക്കും. അതെ, ഓരോരോ രീതിയാണ്. അതെ അതെ അതെ. പക്ഷെ കുട്ടികൾ അവസാനം അറിഞ്ഞ് മനസ്സിലാക്കി വരുന്ന സന്ദർഭം ഉണ്ടല്ലോ, അതാണ് അതിന്റെ മെയിൻ. വളരെ ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞപ്പോ ഇത്രയും ഗംഭീരമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുപോലെ തന്നെ നാടകത്തിൽ ചില ഡയലോഗ്സ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ. പക്ഷെ നമ്മൾ അതിന്റെ സിറ്റുവേഷനും കാര്യങ്ങളായിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് സുഖം ഉണ്ടാവും. പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? ഇപ്പൊ പഴയ പാട്ടുകൾ, പുതിയ പാട്ടുകൾ? പഴയ പാട്ടുകൾ ഞാൻ അധികം രാത്രി ഉറങ്ങുന്ന സമയത്ത് യൂട്യൂബിൽ എടുത്തിട്ട് പല പാട്ടുകളും കേൾക്കാറുണ്ട്. കോഴിക്കോടൊക്കെ ആയ കാരണമൊക്കെ തോന്നുന്നു ബാബുക്കാടൊക്കെ ഒരുപാട് ഇഷ്ടം പോലെ. മറ്റേത് പറഞ്ഞാൽ ഇഷ്ടം പോലെ കേൾക്കാറുണ്ട്. ഒരു വണ്ടി നാളെ ഒരു ഹമ്പിന്റെ മുകളിൽ കൂടെ ചാടി പോയ സമയത്ത് നമുക്ക് പെരുമ്പാമ്പാൻ ഇഷ്ടം പോലെ. രണ്ടുപേരും പാട്ട് പാടാൻ പറഞ്ഞ ഏതായിരിക്കും പാടുക? അതോ നാടകത്തിലുള്ളതായാലും? നാടകത്തിൽ, അതായത് നാടകം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ള നാടകം ആയതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഓഡിയൻസിനെ കയ്യിലെടുക്കണമല്ലോ. അപ്പം എന്നോട് കുളിർ മാഷ് പറഞ്ഞെന്താ വെച്ചാൽ പാട്ട് പാടിയാൽ പാട്ടിലാക്കാൻ പറ്റുന്ന. അപ്പം ഞാൻ കുറച്ച് മുന്നേ ഇരിക്കുന്ന ആളുകൾ തികച്ചും ഞാൻ അപരിചിതനാണ്. അപ്പോൾ അവരോട് ഞാൻ പറയും, ഞാൻ എന്നെ ഒരു സുഹൃത്തുക്കളെ ഒരിക്കലും നിങ്ങൾ അന്യനായിട്ടൊന്നും കാണരുത്. നിങ്ങൾ സ്വന്തം സഹോദരനായിട്ടോ സുഹൃത്തായിട്ടോ ജ്യേഷ്ഠനായിട്ടോ ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ നാടകം നമുക്ക് ഒന്നിച്ച് കളിക്കാം. ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങളൂടെ പങ്കെടുക്കണം. അപ്പോൾ അവർ കുറച്ച് ആൾക്കാർ തലയാട്ടും. അപ്പം ഞാൻ പറയും, ചിലപ്പോൾ ഞാൻ നാടകത്തിന് മുന്നേ 2 വരി നാടൻ പാട്ട്, നാടകത്തെക്കുറിച്ചുള്ള പാട്ട് പാടും. എൻ്റെ സുഹൃത്ത് കോഴിക്കോടുള്ള വിജേഷ് നാടകക്കാരനാണ്, സ്കൂൾ ഓട്ടോമക്കാരനാണ്. അവനാണ് എനിക്കിത് ആദ്യമായിട്ട് 10-25 വർഷം മുന്നേ ആദ്യമായിട്ട് എൻ്റെ മുന്നിലാണ് പാട്ട് പാടിയത്, അവൻ്റെ വീട്ടിൽ വെച്ചിട്ട്. അങ്ങനെ ഞാനത് നാടകം ചെയ്യുന്ന സമയത്ത് അന്നേ പാട്ട് പാടും. വിജേഷ് ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് പാടുന്നുണ്ട്, മറ്റുള്ളവരൊക്കെ പാടുന്നുണ്ട്. അത് 2 വരി പാടാം. പക്ഷെ പാടുമ്പോൾ എന്താ വെച്ചാൽ ഒരു ഡിമാൻഡ് എന്താ വെച്ചാൽ ഞാൻ പാടുമ്പോൾ കൂടെ നിങ്ങളും പാടണം. പാടുമോ? എന്നൊന്ന് കൈയടിക്ക്. ഇങ്ങനെയൊക്കെ ചെയ്യിക്കും ഞാൻ ഓടിച്ചുകൊണ്ട്. ആദ്യം വരി പറഞ്ഞുതരാം, ഒന്നൊന്ന് പഠിച്ചാൻ പറ്റുമായിരിക്കും. പെരുത്ത ഭൂമിന്റെ ഉള്ളിൻ്റെ ഉള്ളില് ഒരു ചെറിയ ഭൂമിയുണ്ട്. പെരുത്ത ഭൂമിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഭൂമിയുണ്ട്. ഈ ചെറിയ ഭൂമിയിൽ ഇത്തിരി പോകുന്ന കുട്ടികൾ വേഷം കെട്ടി വാക്ക് പറഞ്ഞ് നടിച്ചു കാട്ടുന്നു. ഈ ചെറിയ ഭൂമിയിൽ ഇത്തിരി പോകുന്ന കുട്ടികൾ വേഷം കെട്ടി വാക്ക് പറഞ്ഞ് നടിച്ചു കാട്ടുന്നു. ഈ ഭൂമിന്റെ പേരാണ് നാടകം. നാടകം. നോക്കാം. പെരുത്ത ഭൂമിന്റെ ഉള്ളിൻ്റെ ഉള്ളില് ഒരു ചെറിയ ഭൂമിയുണ്ട്.
ഒരു ചെറിയ ഭൂമിയുണ്ട്, ഈ ചെറിയ ഭൂമിയില് ഇത്തിരി പോന്ന കുട്ടികള് വേഷം കെട്ടി വാക്കു പറഞ്ഞ് നടിച്ചു കാട്ടുന്നു, വേഷം നടിച്ചു കാട്ടുന്നു, വേഷം നടിച്ചു കാട്ടുന്നു. ഈ ഭൂമിന്റെ പേരാണ് നാടകം, ഈ ഭൂമിന്റെ പേരാണ് നാടകം. പെരുത്ത ഭൂമിന്റെ ഉള്ളിൻ്റെ ഉള്ളില് ഒരു ചെറിയ ഭൂമിയുണ്ട്, ഒരു ചെറിയ ഭൂമിയുണ്ട്, ഈ ചെറിയ ഭൂമിയില് ഇത്തിരി പോന്ന കുട്ടികള് വേഷം കെട്ടി വാക്കു പറഞ്ഞ് നടിച്ചു കാട്ടുന്നു, വേഷം നടിച്ചു കാട്ടുന്നു, വേഷം നടിച്ചു കാട്ടുന്നു, വേഷം നടിച്ചു കാട്ടുന്നു. ഈ ഭൂമിന്റെ പേരാണ് നാടകം, ഈ ഭൂമിന്റെ പേരാണ് നാടകം. ഓ അടിപൊളി. ഞാൻ ഇടയ്ക്ക് കയറി പാടാത്ത ചേട്ടൻ നന്നായിട്ട് പാടുന്നുണ്ട്. ഞാൻ അതിന്റെ ഇടയ്ക്ക് കൂടെ കയറി പാടി അത് കൊളാക്കണ്ടല്ലോ. അത് ചിലവരങ്ങനെ കൂടെ പാടുമ്പോൾ നമുക്കൊരു എനർജിയാണത്. അതെ 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 അതെ, അങ്ങനെയാണ്. അപ്പോൾ ഇതിങ്ങനെ പാടി കഴിഞ്ഞാൽ എന്താ, ഈ ഓഡിയൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ പറയുന്നത് കേൾക്കാൻ വില്ലിങ് ആവും. ഇപ്പൊ ഈ അടുത്ത് ഒറ്റയ്ക്കുള്ള നാടകം ഇപ്പൊ അടുത്ത് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, നാളെയും ചെയ്യുന്നുണ്ട്. നാളെ തിരൂര് മലയാളം സർവകലാശാല നാടകം ചെയ്യുന്നുണ്ട്. പിന്നെ 9-ാം തീയതി എറണാകുളം ബാബ സ്പേസ്, അതായത് ഇടം ആർട്ട് കഫേ പനമ്പള്ളി നഗറിലുള്ള അവിടെ നമ്മൾ 9-ാം തീയതി ബുക്ക് മൈ ഷോയിലൊക്കെ ടിക്കറ്റിൻ്റെ ഇത് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. 2 നാടകം കളിക്കുന്നുണ്ട്. ഒന്ന് വെളിച്ചെണ്ണയും ജയപ്രകാശ് കുളൂർ സാറിൻ്റെ, പിന്നെ എമീൽ മാധവിയുടെ കുമരു എന്നുള്ള 2 നാടകങ്ങളാണ് ചെയ്യുന്നത്. കുമരു എന്നുള്ള നാടകം ഏകദേശം 1 മണിക്കൂറോളം ഉണ്ടാവും. വെളിച്ചെണ്ണ ഏകദേശം 1/2 മണിക്കൂറുള്ള സാധനം. അങ്ങനെ നാടകം 9-ാം തീയതി കളിക്കുന്നുണ്ട്. എല്ലാവരും ആ നാടകം കാണാൻ വരണം. അതെ, എനിക്കത് കാണുന്നത് ഭയങ്കര തീർച്ചയായിട്ടും ആദ്യം ബുക്ക് ചെയ്യണം. കാരണം അവിടെ കുറഞ്ഞ സ്പേസേ ഉള്ളൂ. വലിയൊരു ഓഡിറ്റോറിയത്തിലല്ല കളിക്കുന്നത്, ക്ലോസ്ഡ് ആയിട്ടുള്ള നാടകം കളിക്കുന്നത്. എനിക്കതിന് ഒരുപാട് സമയം പോയത് അറിഞ്ഞില്ല. നാടകത്തെ കുറിച്ചും സിനിമയെ കുറിച്ചൊക്കെ, പ്രത്യേകിച്ച് ഈ ഒറ്റയ്ക്കുള്ള നാടകത്തെ കുറിച്ചൊക്കെ അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പം ഇനി എല്ലാ വക ആശംസകളും, ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ സിനിമയിൽ കിട്ടട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അതെ, ഏതായാലും ഇത്ര കാലം കാത്ത് ഇനിയും കാത്തിരിപ്പില്ല. അതെ അതെ അതെ, അതെന്തായാലും നടക്കുമല്ലോ. ഇപ്പൊ ഇത്രയും ആയല്ലോ. എന്നെ ഇതിലേക്ക് വിളിച്ചതിലും നല്ലൊരു ഇന്റർവ്യൂ തന്നാലും ഒരുപാട് സന്തോഷം.